Good morning, everyone. Welcome to Ada 24/7 Malayalam channel. This is Rindu Sebastian, and welcome to the Hindu editorial analysis of 5th November 2022. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് വീണ്ടും ബാക്ക് ടു അവർ എഡിറ്റോറിയൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു എന്ന് വിശ്വസിക്കുവാണ്. അപ്പം നല്ല രീതിയിൽ ആഘോഷിക്കാനും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് തിരിച്ചു വരാൻ നമുക്ക് പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ എഡിറ്റോറിയൽ സെഷൻ. അപ്പൊ ഇന്ന് നമുക്ക് എഡിറ്റോറിയലിൽ വന്നിരിക്കുന്ന നമ്മുടെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാന്ന് നോക്കാം. മേജർ ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ സെഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ദിവസവും ഉണ്ട്. മൺഡേ ടു സാറ്റർഡേസിലുള്ള സെഷനാണ്. രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള സെഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സെഷൻ നമ്മുടെ വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തവരും വരുന്ന എഡിറ്റോറിയൽ വരുന്ന ആർട്ടിക്കിൾസിലെ വൊക്കാബുലറി, അതുപോലെ തന്നെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒന്ന് നമ്മൾ റീബിൽഡ് ചെയ്തെടുക്കും. ആൻഡ് ജനറൽ അവയർനെസ് ഓഫ് കോഴ്സ്, നമ്മൾ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി, ഓഫ് കോഴ്സ് റീഡിംഗ് എബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന വൊക്കാബുലറി നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസും അതുപോലെ നിങ്ങളുടെ റൈറ്റിംഗ് എബിലിറ്റിയും കൂട്ടും. അപ്പൊ എല്ലാത്തിനും നമുക്ക് ഒന്ന് സെറ്റ് ആയിട്ടിരിക്കാം, തുടങ്ങാം അല്ലെ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ കോട്ട്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കോട്ട് വെച്ചങ്ങ് തുടങ്ങാം അല്ലെ. താമസിപ്പിക്കാതെ നമ്മുടെ കോട്ട് വെച്ചങ്ങ് തുടങ്ങാം. ഇന്നത്തെ കോട്ട് ഇതാണ്: Always remember, ships don't sink because of the water around them. Ships sink because of the water that gets into them. അപ്പോൾ this is what happens with us. Don't let what is happening around you get inside you and weigh you down. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലെ, ഷിപ്സ് ഈ പറയുന്ന കപ്പലുകൾ മുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാ? ചുറ്റപ്പെട്ട വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ടാണോ? വെള്ളത്തിൽ കിടക്കുന്നുണ്ടല്ലേ, ചുറ്റും വെള്ളം ഉള്ളത് കൊണ്ടല്ല ഒരിക്കലും ഷിപ്പ് സിങ്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാ? ആ വെള്ളം എപ്പോഴാണോ നമ്മുടെ ഷിപ്പിൽ കയറുക അല്ലെ കപ്പലിൽ കയറി കഴിഞ്ഞാൽ കപ്പലിനെ താഴ്ത്തും, വെയ് ഡൗൺ ചെയ്യും, എന്നാലേ അത് മുങ്ങുള്ളൂ. അപ്പൊ നമ്മളും അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. There are so many things happening around us അല്ലെ. ഒരുപാട് കാര്യങ്ങൾ തിങ്സ് ഹാപ്പൻ അല്ലെ. നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഡോണ്ട് ലെറ്റ് ദറ്റ് കം ഇൻസൈഡ് യു. ഓർക്കുക, നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞത്. നെഗറ്റീവ് ഫീലിങ്സ് വരുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി വരുമ്പോൾ ഷട്ട് ഇറ്റ് ഡൗൺ. അല്ലാതെ ഒരിക്കലും അതിനെ നമ്മുടെ ഉള്ളിലോട്ട് വെച്ച് നമ്മൾ അതിനെ കൾട്ടിവേറ്റ് ചെയ്ത് അതിനെ വളർത്തിയെടുക്കരുത്. അപ്പൊ അത് നമ്മളെ വെയ് ഡൗൺ ചെയ്യും, നമ്മളെ താഴ്ത്തി, നമ്മളെങ്ങ് ഇല്ലാണ്ടാക്കും അവര് ഈ ഇമോഷൻസ് ഒക്കെ. അപ്പോൾ റിമെമ്പർ, അത് ഉള്ളിൽ കയറുമ്പോഴാണ് പ്രശ്നമുള്ളൂ. പുറത്ത് നിൽക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് വലിയ പ്രോബ്ലം ഇല്ല, നമ്മളെ വലിയ അഫക്റ്റ് ചെയ്യില്ല. അത് ഷിപ്പിന്റെ ഈ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സിമ്പിൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഷിപ്പ് ആൻഡ് വാട്ടർ റിലേഷൻഷിപ്പ് പോലെ തന്നെ മനുഷ്യരുടെ കാര്യവും മറ്റ് സാഹചര്യങ്ങൾ ഇൻ അവർ ലൈഫ്, സിറ്റുവേഷൻസ് ഇൻ അവർ ലൈഫ്, അത് നമ്മളെ അഫക്റ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പടിവാളി. അതുവരെ ഒരു പ്രോബ്ലം ഇല്ല, സൈഡിൽ നിൽക്കുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല, അവിടെ നിന്നോട്ടെ. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചോളാം. മറ്റു കാര്യങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്ത് നമ്മളെ നെഗറ്റീവ് അടിപ്പിച്ച് നമ്മളെ ആകെ ഡെസ്പാക്കി നമ്മളെ ആകെ ഡൗൺ ആക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചോളാം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സൈഡിൽ വന്ന് പൊക്കോട്ടേന്നേ, അത് വരുമോ പൊക്കോ എന്താ ചെയ്തോട്ടെ, നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല എന്നൊരു എന്താ പറയാ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളാം. സോ ദാറ്റ്സ് ഓൾ. അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. അപ്പൊ ഇന്നത്തെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാ നോക്കാട്ടോ. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ബട്ട് വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ്. എന്തായാലും ഞാൻ ആദ്യമേ അത് പറഞ്ഞേക്കാം. സ്പോർട്സ് റിലേറ്റഡ് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. നമ്മുടെ നമ്മുടെ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുക, ഖത്തർ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വേൾഡ് കപ്പിന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്നെക്കാളും നന്നായിട്ട് വേൾഡ് കപ്പിൽ ഡെയിലി മാച്ച് കാണുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും അല്ലെ. ഡെയിലി മാച്ച് കാണുന്ന കുട്ടികൾ ഉണ്ടാവും, ആസ്പിരൻസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ മാച്ചിനെ പറ്റി കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഞാൻ ഡെയിലി മാച്ച് കാണില്ല, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞേട്ടോ. അപ്പം നമ്മുടെ ഖത്തർ വേൾഡ് കപ്പിലെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഫ്രിക്കൻ ഏഷ്യൻ കൺട്രീസിന്റെ ഒരു എമർജൻസ് ആണ്. അവരുടെ ഒരു വരവ് അല്ലെങ്കിൽ അവരുടെ കളി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ വേൾഡ് കപ്പിന് കിട്ടുന്നതിനേക്കാളും വലിയൊരു അറ്റൻഷൻ, ഗ്രേറ്റർ അറ്റൻഷൻ കിട്ടി ബിക്കോസ് ഓഫ് ദ റൈസ് ഓഫ് ബിക്കോസ് ഓഫ് ദ എമർജൻസ് ഓഫ് ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസ്. ആഫ്രിക്കൻ കൺട്രീസിന്റെയും ഏഷ്യൻ കൺട്രീസിന്റെ പെർഫോമൻസ് വേൾഡ് വൈഡ് ഒന്ന് റെക്കഗ്നിഷൻ കിട്ടി, എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് വേറൊന്നും കൊണ്ടല്ല, അവർ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കളിക്കുന്നത്. അപ്പം സാധാരണ താഴ്ത്തി കിട്ടി നിൽക്കുന്ന ആഫ്രിക്കൻ കൺട്രീസിനും ഏഷ്യൻ കൺട്രീസിന്റെയും പെർഫോമൻസ് ശരിക്കും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തി ബാക്കിയുള്ള കൺട്രീസ് ഒക്കെ ഇങ്ങനെ അവരെ നോക്കി കാണുന്നു, വീക്ഷിക്കുന്നു അല്ലെ. നമ്മളിപ്പോ പറയാറില്ലേ, ഇന്ത്യ എന്തെങ്കിലും കാര്യത്തിൽ വാക്സിന്റെ കാര്യത്തിൽ മുന്നോട്ട് വരുമ്പോഴേക്കും മറ്റു കൺട്രീസ് ഒക്കെ ഇന്ത്യ നോക്കി കാണും. ഡെവലപ്പിംഗ് കൺട്രി ഇന്ത്യക്കോ കൊള്ളാലോ. അതുപോലെയാണ് ഏഷ്യൻ കൺട്രീസ് ആൻഡ് ആഫ്രിക്കൻ കൺട്രീസ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരുപാട് ഡോമിനന്റ് ആയിട്ട് യൂറോപ്യൻ കൺട്രീസിൽ ഓറിയന്റൽസ് എന്ന് വിളിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഏഷ്യൻസ്.
അപ്പോൾ അതുപോലെ ഏഷ്യൻസ് ആൻഡ് ആഫ്രിക്കൻസ് as well. അപ്പം കൊളനൈസ്ഡ് ആയിട്ടുള്ള കൺട്രി ആയിരുന്നു, കോണ്ടിനെന്റ് ആയിരുന്നു ആഫ്രിക്ക. അപ്പൊ അങ്ങനെ ആഫ്രിക്കൻ കൺട്രീസിലും അതുപോലെ തന്നെ ഏഷ്യൻ കൺട്രീസിന്റെയും ഈ ഒരു വരവ് അതിനെ നോക്കി ലോകരാജ്യങ്ങൾ മറ്റ് കൺട്രീസ് ഒക്കെ നോക്കി കാണുന്നതിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ബ്യൂട്ടിഫുള്ളി റിട്ടൺ ആർട്ടിക്കിൾ. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ഡെയിലി ബേസിസിൽ ന്യൂസിൽ വരുന്ന ആർട്ടിക്കിളാണ്. ബട്ട് അതിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ നല്ല രസമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഗിവ് ഇറ്റ് എ റീഡ്, നല്ലതാണ്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ ഒരു ആർട്ടിക്കിൾ നമുക്ക് ഇന്നുണ്ട്. നമ്മുടെ GST റവന്യൂവിന്റെ ഒരു ചെറിയൊരു സ്ലൈറ്റ് അപ്റ്റിക്കിനെ പറ്റി, ഒരു ഇൻക്രീസിനെ പറ്റി ഇന്ന് ആർട്ടിക്കിൾ ഉണ്ട്. ഫിനാൻസ് ആർട്ടിക്കിൾ ആണ്, നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. കാരണം ഇപ്പൊ എക്കണോമിക്സ് ഒക്കെ ചോദിക്കുന്ന എല്ലാം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് എക്കണോമിക്സ് സാധനങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഇൻഫർമേഷൻ ആയിട്ട് ഉപയോഗപ്പെടും, അതുപോലെ തന്നെ ലാംഗ്വേജ് ബേസ്ഡ് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. നമ്മൾ വായിക്കാൻ പോകുന്ന ഇന്ന് നമ്മുടെ ഫിനാൻസ് ആർട്ടിക്കിൾ ആണ്. അപ്പൊ കാര്യങ്ങളൊക്കെ സെറ്റ് ആണെങ്കിൽ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം വൺസ് അഗൈൻ. അപ്പൊ നമ്മുടെ Ada24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ചെന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങളോട് ഏത് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന ചോദിക്കും. അപ്പൊ നിങ്ങൾ സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കേരള എക്സാംസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡെയിലി വരുന്ന ക്വിസസ് അറ്റൻഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ കിട്ടാറുണ്ട് അത് അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക, അനലൈസ് ചെയ്യുക നിങ്ങളുടെ പോക്കൊക്കെ എങ്ങനെയാണ് സെറ്റ് ആവണമെന്നൊക്കെ. അതുപോലെ തന്നെ യുൽ ഗെറ്റ് ജോബ് അലേർട്സ്, നോട്ടിഫിക്കേഷൻസ് ഒക്കെ, അതൊക്കെ യൂസ്ഫുൾ ആക്കുക. കാര്യം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്, ഒന്നും അറിയാതെ പോകരുത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ Ada24/7 മലയാളം ചാനലിൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആയാലും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് കോച്ചിങ് ഇവിടെ കിട്ടുന്നുണ്ട്. യൂട്യൂബ് ക്ലാസ്സുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ രാവിലെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആയിക്കോട്ടെ, അതിന്റെ എഡിറ്റോറിയൽ ആയിക്കോട്ടെ, മുതൽ ബാക്കി സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളുണ്ട്, എക്സാം അനാലിസിസ് ഉണ്ട്, PYQ സെഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടാറുണ്ട്. സബ്ജക്ട് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളും കിട്ടാറുണ്ട്. അപ്പം യൂസ് ഇറ്റ് ആൻഡ് ബൂസ്റ്റ് യുവർ നോളജ്. ദാറ്റ്സ് ഇറ്റ് അല്ലേ. നമുക്ക് തുടങ്ങാം. അപ്പോ നമ്മുടെ ഇഡിയംസ് ആൻഡ് ഫ്രേസസിലോട്ട് പോകാം. ഇന്ന് കുറച്ച് ഇഡിയംസ് ആൻഡ് ഫ്രേസസേ ഉള്ളൂ, നമുക്ക് എന്തായാലും തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ഫ്രേസ് ഇതാണ്, എൻഡപ്പ് ചെയ്യുക. എൻഡപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻഡപ്പ് ചെയ്യുക എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, ബി ഇൻ എ പെർട്ടിക്കുലർ ഫൈനൽ സ്റ്റേറ്റ് ഓഫ് പ്ലേസ്. ഇങ്ങനെ ആയിത്തീരുക അല്ലെ, നമ്മൾ പറയില്ല ഇങ്ങനെ ആയിത്തീരുന്നു, ഇറ്റ് എൻഡഡ് അപ്പ് വെൽ, കൊള്ളാം, സംഭവം നല്ല രീതിയിൽ അവസാനിച്ചു കേട്ടോ, അല്ലെ. ഇങ്ങനെ ഒരു അവസാനിച്ചത് വലിയ പ്രശ്നമില്ല, തിരക്കേടില്ലാതെ നല്ല രീതിയിൽ അവസാനിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് എൻഡ് അപ്പ് എന്ന് പറയാം. എൻഡ് അപ്പ് മീൻസ് ബി ഇൻ എ പെർട്ടിക്കുലർ ഫൈനൽ സ്റ്റേറ്റ് ഓർ പ്ലേസ്. ഈ ഒരു അവസ്ഥയിലോ ഒരു രീതിയിൽ നിൽക്കുക, എൻഡ് അപ്പ് ചെയ്യുക. ദാറ്റ്സ് വാട്ട് എൻഡ് അപ്പ് മീൻസ്. മറക്കണ്ട കേട്ടോ, എൻഡ് അപ്പ് എന്ന വാക്ക് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിനൊക്കെ ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. അടുത്ത ബിൽഡ് അപ്പ്. ബിൽഡ് എന്ന വാക്ക് ട്രാൻസിറ്റീവ് വേർബ് ആണ്. സോ ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, പണിത് തീർക്കുക, നിർമ്മിക്കുക അർത്ഥമല്ല. ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുക എന്നൊക്കെയാണ്. ഒരു കാര്യത്തിനെ ബിൽഡപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റ്, കൂട്ടിച്ചേർക്കുക. ഒരു കാര്യത്തിന് കൂട്ടി വെക്കുകയാണ്, അക്യുമുലേറ്റ് ചെയ്ത് അതിനെ സ്വരുക്കൂട്ടി വെക്കുക, ഗ്യാദർ ചെയ്യുക അല്ലെ എന്നുള്ള അർത്ഥമുണ്ട്. അല്ലാതെ ഇൻക്രീസ് ചെയ്യാന്നൊരു അർത്ഥമുണ്ട്. നമ്മൾ പറയില്ലേ, നമ്മുടെ ഈ ബിൽഡപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ, സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ബിൽഡപ്പ് ചെയ്യാന്ന് പറയാം കേട്ടോ. ബിൽഡപ്പ്, സ്ട്രെങ്തൻ ഓർത്തോണം, ആ ഒരു അർത്ഥം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. സ്ട്രെങ്തൻ, ഇൻക്രീസ് അല്ലെങ്കിൽ അക്യുമുലേറ്റ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ബിൽഡപ്പിനെ പറയാം. അടുത്തത് റേസ് എ ഡസ്റ്റ്. റേസ് എ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ് ഡിസ്റപ്ഷൻ അല്ലെങ്കിൽ കൺഫ്യൂഷൻ. ഒരു ഡിസ്റപ്ഷന് കാരണമാകുക അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷന് കാരണമാകുക എന്നാണ് റേസ് എ ഡസ്റ്റ് എന്ന്. റേസ് എ ഡസ്റ്റ് ഓഫ് അൺസർട്ടിനിറ്റി, റേസ് എ ഡസ്റ്റ് ഓഫ് കൺഫ്യൂഷൻ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നന്ദന ഇന്നാണോ CGL? അടിപൊളിയായിട്ട് പോയി എഴുതിയിട്ട് വരാം കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതാം. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക് എന്ന് വിചാരിച്ചാൽ മതി. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഫ്രീ ആയിട്ട് പോയി എക്സാം എഴുതാം. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ അനലൈസിസ് ഒക്കെ ഞാൻ അന്നേ കണ്ടിരുന്നു. അപ്പോൾ നമുക്കറിയാം ഏറെക്കുറെ ഏത് രീതിയിൽ വരുമെന്ന്. ദാറ്റ്സ് ഓൾ. അങ്ങനെ പോയി എഴുതാം. എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. അടുത്ത നോക്കിയേ, അണ്ടർഡോഗ്. എന്താണ് അണ്ടർഡോഗ് എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സിനിമയൊക്കെ ഉണ്ട് അണ്ടർഡോഗ് എന്ന് പറഞ്ഞാൽ. സോ അണ്ടർഡോഗ് എന്ന് ഇത്രേ ഉള്ളൂ, എ ലൂസർ ഓർ എ പ്രെഡിക്റ്റഡ് ലൂസർ ഇൻ എ കോൺടെസ്റ്റ്. ഒരു സ്ട്രഗിളിലോ ഒരു കോൺടെസ്റ്റോ ഒക്കെ നടക്കാൻ വിചാരിക്കാം. ഒരു മത്സരം, കോമ്പറ്റീഷൻ, ഒരു കോൺടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ നടക്കുകയാണ്. അവിടെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്, ഇവൻ ലൂസ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ലൂസ് ചെയ്തു, ഒരു ലൂസറായി അല്ലെങ്കിൽ ലൂസ് ചെയ്യാൻ പോകുന്ന ആള് എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരാളെ ആണ് നമ്മൾ അണ്ടർഡോഗ് എന്ന് പറയാം കേട്ടോ. ഒരു സ്ട്രഗിൾ ആയിക്കോട്ടെ, ഒരു കോണ്ടെക്സ്റ്റ് ആയിക്കോട്ടെ, ആ കോണ്ടെസ്റ്റിലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കോമ്പറ്റീഷനിലോ ഒരു ലൂസർ എന്ന് മുദ്ര കുത്തുന്ന ആള്, ലൂസർ എന്ന മുദ്ര കുത്തി ലൂസറായി ഓർ പ്രെഡിക്റ്റ് ചെയ്യാണ് ഇവൻ ലൂസർ ആകാൻ പോവാണ്, ഇവൻ വിജയിക്കില്ല എന്ന് പറയുന്ന ആളെ നമുക്ക് വിളിക്കാം അണ്ടർഡോഗ് എന്ന് വിളിക്കാം. നോർമലി ഈ അണ്ടർഡോഗ്സ് എന്ന് പറയാനുള്ള കാര്യമുണ്ട്. നമ്മൾ
പലപ്പോഴും ആഫ്രിക്കൻ ഏഷ്യൻ നേഷൻസിനെ മറ്റ് കൺട്രീസ് ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ പോരാ തേർഡ് നമ്മൾ എന്താ പറയാ അവരെ വിളിക്കുന്ന പേരെന്ന് വെച്ചാൽ യൂറോപ്യൻ ലെറ്റ്സ് സീ വെസ്റ്റേൺ കൺട്രീസ് എപ്പോഴും കണക്കാക്കുന്നത് യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ യൂറോപ്യൻ എന്ന് തന്നെ പറയാൻ പറ്റില്ല, വെസ്റ്റേൺ കൺട്രീസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആഫ്രിക്കൻ ഏഷ്യൻ കൺട്രീസിനെ കാണുന്നത് അണ്ടർഡോഗ്സ് ആയിട്ടാണ്, ലൈക്ക് എ ലൂസർ അല്ലെങ്കിൽ ലൂസേഴ്സ് ആയിട്ടാണ് അവരെ പ്രെഡിക്റ്റ് ചെയ്യാറ് തന്നെ. സോ അതിനെയാണ് ഇത് നമ്മൾ ആർട്ടിക്കിളിൽ കാണുന്നത് അണ്ടർഡോഗ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചോളാം. ആൻഡ് അടുത്തത് ക്രാഷ് ഔട്ട് ചെയ്യാം. I'm really tired, let me crash out in your room right now, or let me crash out in your house എന്നൊക്കെ പറയാറുണ്ട്. വളരെ ഇൻഫോർമൽ ആയിട്ട് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് കാണുന്നതല്ല, അല്ലാതെ നിങ്ങൾ സിനിമയൊക്കെ കാണാറില്ല, ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ ക്രാഷ് ഔട്ട് ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? ലെറ്റ് മീ ക്രാഷ് ഔട്ട് ഇൻ യുവർ പ്ലേസ്, നിന്റെ സ്ഥലത്ത് നിന്റെ വീട്ടിൽ ഞാൻ ക്രാഷ് ഔട്ട് ചെയ്യാം. ലെറ്റ് മീ ഗോ ടു സ്ലീപ്, ഉറങ്ങാം. ടയർഡ് ആയപ്പോൾ നമ്മൾ ക്രാഷ് ഔട്ട് ചെയ്യാം, ലെറ്റ് മീ ക്രാഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നുള്ള അർത്ഥത്തില കേട്ടോ, കിടന്ന് ഉറങ്ങുക, ദാറ്റ്സ് ഇറ്റ് ക്രാഷ് ഔട്ട്. പക്ഷെ നമ്മൾ ഗെയിംസ് അല്ലെങ്കിൽ കോമ്പറ്റീഷന്റെ ഒക്കെ ബേസിസിൽ ക്രാഷ് ഔട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ബി ഡിഫീറ്റഡ്, തോറ്റു പോവുക, അതാണ് ക്രാഷ് ഔട്ട് എന്ന് അർത്ഥം. അപ്പൊ ക്രാഷ് ഔട്ടിന് രണ്ടർത്ഥമുണ്ട്, ഒന്ന് ഗോ ടു സ്ലീപ്, അടുത്തത് ബി ഡിഫീറ്റഡ്, രണ്ടർത്ഥമുണ്ട്. അപ്പൊ ഓർത്തോണേ, ഇത് നമ്മൾ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, ഡെയിലി കോൺവെർസേഷനിലൊക്കെ വരുന്ന ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വേർബാണ് ക്രാഷ് ഔട്ട്. അടുത്ത ഡിഷ് ഔട്ട്. ഡിഷ് ഔട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പെൻസ് ചെയ്യുക, അല്ലെ? ഇഷ്യൂ ചെയ്യുക, ഡിസ്പെൻസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നൊക്കെയാണ് ഡിഷ് ഔട്ട് എന്ന് വാക്കിനത്. അപ്പൊ ഈ റേസർ ടെസ്റ്റും ക്രാഷ് ഔട്ടും ഒന്ന് ഓർത്തിരിക്കാം. അത് രണ്ടേ ഉള്ളൂ ഗെപ്പാട് എന്താ പറയാ, നമുക്കൊരു പുതിയ വാക്കായിട്ട്, പുതിയ ഫ്രേസൽ വേർബായിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ അണ്ടർഡോഗ് ഉണ്ട്, ബട്ട് അണ്ടർഡോഗ് ഹോപ്പ് നമുക്ക് ഫെമിലിയർ ആണ് എന്ന് തോന്നുന്നു. അപ്പം ഇക്കാര്യം ഒന്ന് ഓർത്തിരുന്നോളാം. അപ്പൊ പുതിയ ഫ്രേസൽ വേർബ്സോ വൺ വേർഡ്സോ കിട്ടുകയാണെങ്കിൽ നോട്ട് ഇറ്റ് ഡൗൺ, മേക്ക് സെന്റൻസസ് ഔട്ട് ഓഫ് ഇറ്റ്, എന്നിട്ട് പഠിക്കുക കേട്ടോ, അത് ഉപയോഗിക്കുകയും ചെയ്യാം. ബിൽഡ് അപ്പ് യുവർ നോളജ്, ദാറ്റ്സ് ഗ്രേറ്റ് സെന്റൻസ്. ഡോണ്ട് ബിൽഡ് അപ്പ് ഹിസ് ഹോപ്സ് ടു മച്ച്, ദാറ്റ്സ് ഗ്രേറ്റ്. Finally, Kerala project was ended up by Kerala government. Okay, all right. Yes, practice builds up confidence, that's great. And the program ended up in a good manner without any problems, that's great sentence. The situation ended up like this because you had jumped headlong into it, that's great. Because additional a വന്നല്ലോ, സുബി ടൈപ്പിംഗ് എറർ ആണെന്ന് വിശ്വസിക്കുവാണേ. അപ്പൊ ലൈവിലുള്ള പിള്ളേരെല്ലാരും ഒരു ലൈക്ക് ഇട്ടേ, പിള്ളേരെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ, ലൈവിലുള്ള എല്ലാവരും ഉഷാറായിക്കേ. അതുപോലെ തന്നെ ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? ഒന്ന് നോക്കി കണ്ടൊക്കെ ചെയ്യാം, അല്ലെ? ശ്രദ്ധിച്ചോണേ, റേസ് ടെസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു ഇഡിയമാണ് റേസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ഡിസ്ട്രപ്ഷനോ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ കോസ് ചെയ്യുക, കാരണമാകുക, അതിനാണ് റേസ് ടെസ്റ്റ് എന്ന് പറയാം കേട്ടോ, ഓർത്തോണം. യെസ്, let me see. Nandana's consistency in revising key parts ended up in the cracking CGL at one blow. In the cracking വേണ്ട, in cracking എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. in cracking CGL at one blow. കൊള്ളാം. എന്താ പറയാ, ഷമ്മാസിന്റെ വാക്ക് പൊന്നാവട്ടെ. In politics, he was a champion of the underdog. All right, that's great. Some movies like Vandanam end up with unpleasant situation, even though its favorite one. It is favorite one of million peoples പറയില്ല, people പറഞ്ഞാൽ million people എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഒരു കാര്യോടെ ശ്രദ്ധിക്കണേ. some movies like Vandanam end up in unpleasant situation. end up ചെയ്യുക in unpleasant situation ആണ്, with വേണ്ട. even though it apostrophe നോക്കിയേ, ഇറ്റ്സ് അതിന്റെ ഫേവറേറ്റ് എന്നല്ലോ, അത് എന്നല്ല. ഇവൻ ദോ ഇറ്റ് ഇസ് ആണ്, അപ്പൊ ഇറ്റ് ഇസ് വരണമെങ്കിൽ അപ്പസ്ട്രോഫി കൊടുക്കണം കേട്ടോ, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോളാം. ഈ ഇറ്റ് ഇസിന്റെ അർത്ഥം എന്താ? 3 അർത്ഥമുണ്ട്. ഇറ്റ് ഈസ് ഉണ്ട്, അല്ലെങ്കിൽ ഇറ്റ് വാസ് ഉണ്ട്, ഇറ്റ് ഹാസ് ഉണ്ട്. ഇപ്പൊ അനൂപ് ഉദ്ദേശിക്കുന്ന ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഫേവറേറ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഹാസ് ഉണ്ട്. അപ്പൊ അത് it is one of the it is a favorite one of million people, alle aa sadhanam ortho. It is my tendency to crash out on duty time. orangano kedorangale kollam. Roadblocks raise a dust for my journey, that's great. Essential items were dished out by the authorities during flood time, great. Even though sometimes mock tests will raise a dust, it will build up the confidence, of course it would, yes.
Before crashing out yesterday, I watched the Talabadi, which ended up in a sudden build up of energy in such a way that I studied 30 minutes more. കൊള്ളാലോ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു നന്ദീഷ. ഉള്ളതാണോ? സത്യം തോന്നല്ലേ? I'm exhausted. I want to crash out. That's great. That's great. Raising a dust in court is considered casting a shadow by the judge. Great. The team is going to rush out. Okay, that's great. Appo നമുക്ക് പോവാം. മറക്കണ്ട. End up, build up, raise a dust, underdog, crash out, dish out. Okay, appo let's move to the words, vocab, synonyms, antonyms and related words, confusing words ലോട്ടൊക്കെ പോകാം. നമ്മുടെ കോഴ്സുകൾക്കൊക്കെ 15% ഡിസ്കൗണ്ട് ഉള്ള കാര്യം മറക്കണ്ട. ഒരുപിടി കോഴ്സുകൾ നമുക്കുണ്ട്. DRDOയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ റിമെമ്പർ, ഇന്ന് 5-ാം തീയതിയാണ്. 7-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കി നിൽക്കരുത്. അവസാന മുഹൂർത്തത്തിൽ ഞാൻ നോക്കി നിൽക്കാം. ഡിസംബർ 7 ക്ലോസിംഗ് ഡേറ്റ്. ഓർക്കുക, ഡിസംബർ 7 എന്ന് പറയുമ്പോൾ നാളെ മറ്റന്നാളാണ്. വേറെ ഒന്നും ഇനി ആലോചിക്കാനില്ല. അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫോം സെപ്പറേറ്റ് പോസ്റ്റുകൾക്ക് കൊടുക്കണം. 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ. 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകളുണ്ട്, 12th ലെവൽ ക്വാളിഫിക്കേഷൻ പോസ്റ്റുകളുണ്ട്, ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ പോസ്റ്റുകളുണ്ട്. ചൂസ് യുവർ ഫേവറേറ്റ് പോസ്റ്റ് ഏതാന്ന് വെച്ചാൽ നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക, പഠിക്കുക, എന്നിട്ട് എക്സാം എഴുതുക. ദാറ്റ്സ് ഓൾ. നമ്മൾ അതിന് വേണ്ടി ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2450 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ കോഴ്സ് കിട്ടും. ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. അപ്ലൈ ചെയ്ത് കോഡ് കൊടുക്കേണ്ടത് 5314 എന്ന കോഡ് കൊടുത്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോടെ 2450 രൂപയ്ക്ക് കോഴ്സ് കിട്ടും. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബേസിക്സ് മുതലാണ്. അതുപോലെ SSC GDയുടെ ക്ലാസ്സുകളും മുറയായിട്ട് പോകുന്നുണ്ട്. 2450 രൂപ തന്നെയാണ്. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ജോയിൻ ചെയ്യാം. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയായിരിക്കും, എക്സാം ഡേറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ജാനുവരി 10th മുതൽ വരുന്ന ഫെബ്രുവരി 14th ആ ഒരു ടൈമിലായിരിക്കും എക്സാം നടക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ GDക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ അറിയാം, അവര് കൺഫ്യൂസിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലാസ്സുകൾ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ്, മറക്കണ്ട. ഓക്കെ, അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ കൊട്ടി അടയ്ക്കരുത് എന്ന് ഞാൻ പിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പം DRDO December 7th ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ലൈവ്. ഓൾ റൈറ്റ്, മൂവിങ് ഓൺ. GDക്ക് പറ്റിയ പോലെ പറ്റരുത് കേട്ടോ, കാരണം അവസാനം വേക്കൻസി കൂടുകയോ GDക്ക് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ഇനി എന്താ ചെയ്യാ? കൺഫ്യൂഷൻ അടിച്ച് നിൽക്കല്ലേ, ഇന്ന് തന്നെ DRDO അപ്ലൈ ചെയ്യാം. ഓക്കെ, പോവാം. പിന്നെ അപ്ലിക്കേഷൻ ഫീ ഇല്ലാത്ത എന്താണ് വിമന് അപ്ലിക്കേഷൻ ഫീ ഇല്ല. SC ST OBC അവർക്കൊന്നും അപ്ലിക്കേഷൻ ഫീ ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ, നോർമൽ കേസ്. അപ്പൊ ലെറ്റ്സ് മൂവ് ടു ദ വേർഡ്സ്. അപ്റ്റിക്. എന്താണ് അപ്റ്റിക്? അപ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്ലൈറ്റ് ഇൻക്രീസ് അല്ലെങ്കിൽ റൈസ് അപ്വേർഡ് ട്രെൻഡിനാണ് അപ്റ്റിക് എന്ന് പറയാം. നൗൺ ആണ് അപ്റ്റിക്. നൗൺ ആണ് എന്ന് പറഞ്ഞാൽ നൗൺ മാത്രമാണ്, ഇറ്റ്സ് നോട്ട് എ വേർബ്. നൗൺ ആണ്. ഓക്കെ, നോർത്തോണം. അടുത്ത ബോൾസ്റ്റർ. കേട്ട് പരിചയമുള്ളതായിരിക്കും ബോൾസ്റ്റർ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വാക്കാം. ബോൾസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ ചെയ്യുക, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, റീഇൻഫോഴ്സ് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ പറയുന്ന ബോൾസ്റ്റർ എന്നതിന്റെ അർത്ഥം. അടുത്ത പെഗ്. യുനോ പെഗ്. പെഗ് എന്ന് പറഞ്ഞാൽ ഒരു നെയില്, പിന്നെ സ്പൈക്ക് എന്നൊക്കെ പറയും. അപ്പൊ പെഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫിക്സ് ചെയ്ത് വെക്കുക, അറ്റാച്ച് ചെയ്യുക, ഹോൾഡ് ഡൗൺ ചെയ്യുക. അതിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്, ഹോൾഡ് ഡൗൺ ചെയ്ത് വെക്കുകയാണ്, ഉറപ്പിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അതാണ് പെഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഓർത്തോണം, പെഗ് ചെയ്യുക. ഓക്കെ, ലെറ്റ് മീ സേ. അടുത്ത സെന്റൻസ് നോക്കാം. ഓക്കെ, ഐ ഹാവ് എ ഫ്രണ്ട് ഹു ഓൾവേസ് ക്രാഷ് ഔട്ട് ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ്സസ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കൊള്ളാം. Moving on, you are already tired, crash out. Okay, that's great. Team Bangladesh crashed out Team India in the game of cricket yesterday. Great. ഉള്ളതാണല്ലേ അത് മതി. Yesterday ended up with glad news to Iranian women. ഇങ്ങനെ പറയാ. yesterday ended up correct. Yesterday ended up ആണ് കേട്ടോ. അഞ്ജു end up അല്ല. Yesterday ended up with glad news എന്ന് കൊടുക്കണം കേട്ടോ. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, യെസ്റ്റർഡേ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ കൊടുക്കാം, ഇറ്റ് എൻഡഡ് അപ്പ് വിത്ത്, അല്ലെ, ഇറ്റ് എൻഡഡ് അപ്പ്, അല്ലെങ്കിൽ എന്താ, ഇറ്റ് എൻഡഡ് അപ്പ് വെൽ, ഇറ്റ് എൻഡഡ് അപ്പ് വിത്ത്, ഓർ ഇറ്റ് എൻഡഡ് അപ്പ് വിത്ത് ഗ്ലാഡ് ന്യൂസ് ടു ഇറാനിയൻ വിമൻ യെസ്റ്റർഡേ എന്ന് കൊടുക്കണം. കാര്യം എന്താ വെച്ചാൽ യെസ്റ്റർഡേ നമുക്ക് ഒരിക്കലും സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം യെസ്റ്റർഡേ ഇസ് എൻ അഡ്വേർബ്. സബ്ജക്റ്റ് ആയിട്ട് ഒരു നൗണിന് വരാം, അല്ലെങ്കിൽ ഒരു പ്രൊനൗണിന് വരാം, അല്ലാതെ അഡ്വേർബിന് ഒരിക്കലും സബ്ജക്റ്റ് ആയിട്ട് വരാൻ പറ്റില്ല. നോക്കണം. പിന്നെ എൻഡഡ് അപ്പ് കൊടുക്കണം, കാര്യം യെസ്റ്റർഡേ എന്ന അഡ്വേർബ് കൊടുത്താൽ തന്നെ അതിന്റെ അർത്ഥം സിമ്പിൾ പാസ്റ്റ് ആണ്. അതൊന്ന് ശ്രദ്ധിച്ചോണേ, വെരി വെരി ഇമ്പോർട്ടന്റ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂലും അല്ലാതെയും. ഓക്കെ, എവരിവൺ തിങ്സ് ദാറ്റ് she is an underdog because she always raises a test. Okay, all right, that's great. She always raises, അത് വേണം. she subject അല്ലേ, അപ്പൊ always കഴിഞ്ഞിട്ട് നമുക്ക് ഡൗട്ട്, നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ് ഷിയോ ഹിയോ ഒക്കെ ഇട്ട് എടുത്തുമ്പോഴേക്കും ഓൾവേസ് വരുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ഓൾറെഡി എസ് ഉണ്ടല്ലോ, പിന്നെ അതിന്റെ കൂടെ വെർബിന് എസ് കൊടുക്കണമെന്ന് ഓൾവേസ് എസ് വരുന്നുണ്ട്. പക്ഷെ ഓൾവേസ് ഇസ് എൻ അഡ്വേർബ് കേട്ടോ, ഓൾവേസ് ഒരു അഡ്വേർബ് ആണ്. അപ്പൊ നിങ്ങൾ അവിടെ ഓൾവേസ് എസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെർബിന് എസ് കൊടുക്കാതിരിക്കരുത്. സബ്ജക്ട് സിംഗുലർ എങ്കിൽ വെർബിന് സിംഗുലർ കൊടുക്കുക, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ. അപ്പൊ റേസ് അല്ല റേസസ് കൊടുക്കണം. ഷീ ഓൾവേസ് റേസസ്.
മറക്കല്ലേ, ആ കാര്യം ഒന്ന് ഓർത്തു വെച്ചോളാം, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Jinu, not it. Okay. Nowadays, watching news channels, especially discussion program, raise a dust for people. No, nowadays, watching, ഇവിടെ subject gerund watching ആണ് കേട്ടോ ഷൈനി. അപ്പോൾ raise a dust അല്ല, raises a dust എന്ന് കൊടുക്കണം. Okay, ശ്രദ്ധിക്കാം. Okay, programs. Yes. Rindu's cluster enthusiasm. Enthusiasm വരെ എത്തിയോ? ഓക്കെ, അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം. സർപ്പാസിലോട്ട് പോവാം. സർപ്പാസ് ഇസ് verb ആണ് കേട്ടോ. സർപ്പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സൽ ചെയ്യുക. നമ്മൾ പറയില്ലേ കട്ട് അക്രോസ്, നമ്മൾ പറയുന്ന ഒരു ഫ്രേസൽ വേർബ് ഉണ്ട് കട്ട് അക്രോസ്. ആ കട്ട് അക്രോസ് എന്ന ഫ്രേസൽ വേർബിന് അതേ മീനിങ് ആണ് സർപ്പാസ് ചെയ്യുക. സർപ്പാസ് എന്ന് പറഞ്ഞാൽ എക്സൽ ചെയ്യുക, എക്സീഡ് ചെയ്യുക, ട്രാൻസെൻഡ് ചെയ്യുക, അതുക്കും മേലെ ആവുക, അതാണ് ഔട്ട്ഷൈൻ ചെയ്യുക. ദാറ്റ് ഇസ് സർപ്പാസ് അല്ലെ. അപ്പൊ കട്ട് അക്രോസ് എന്ന ഫ്രേസൽ വേർബ് ഓർത്തോണം, അത് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത എന്തൂസിയ. എന്തൂസ് എന്ന വേർബ് ഉണ്ട് കേട്ടോ. എന്തൂസ് എന്ന വേർബ്, എന്തൂസ് എന്ന വേർബ്, എന്തൂസിയാസം ഒക്കെ വേർബിൽ നിന്ന് വരുന്നതാണ്. സോ എന്തൂസിയ എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യാം അല്ലെ, ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാന്നല്ലോ എന്തൂസിയ എന്ന് പറയാം. സോ എന്തൂസിയ മോട്ടിവേറ്റ് ചെയ്യാം. അപ്പൊ എന്തൂസിങ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് വരുമ്പോൾ ഇറ്റ് വാസ് എൻ എന്തൂസിങ് മൂവി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എൻ ഇറ്റ് വാസ് എ മോട്ടിവേറ്റിംഗ് മൂവി, ഇറ്റ് വാസ് എൻ ഇൻസ്പയറിംഗ് മൂവി, എൻകറേജിംഗ് മൂവി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സാധനമാണ് എന്തൂസിങ്. ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ്, ഓർത്തോളാം. ആൻഡ് ഐ എം സോ ഗ്ലാഡ്. അതുലെ താങ്ക് യു. Then yeah, good morning. They need to do something to bolster their business. That's great. We bolster one another in every difficult situation. That's great. That's great. I think his movies is an uptick in his popularity. That's great sentence. There is an uptick in the vacancies of central exams. So bolster your preparation. Then only you can surpass. That's great. That's great sentence. അപ്പോൾ പിള്ളേരെ റിമെമ്പർ, നമ്മൾക്ക് കിട്ടുന്ന സെന്റൻസ് കിട്ടുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു വേർഡ്സ് പഠിക്കുമ്പോൾ മറ്റ് വേർഡ് മറന്നു പോരുത്. ഈ സർപ്പാസ് ഒക്കെ നമ്മൾ നേരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മൾ കട്ട് അക്രോസ് എന്ന ഫ്രേസൽ വേർബിന് മീനിങ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഫ്രേസൽ വേർബ് ഇതുകൊണ്ട് കണക്ട് ചെയ്ത് തന്നെ പഠിച്ചോണം കേട്ടോ. അപ്പം വൊക്കാബുലറി പഠിക്കുമ്പോഴും കമ്പാരറ്റീവ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. അത് പഠിക്കാൻ ഒരു കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം. ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുക ആൻഡ് മേക്ക് സെന്റൻസസ് കേട്ടോ. സെന്റൻസ് മേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, your words are enthusing. It keep my mind bolstering അല്ല bolstering. അച്ചു bolstering, strengthening, bolstering, boosting എന്നൊക്കെ പറയില്ലേ, strengthening എന്ന് കൊടുക്കുക. സോ that means bolstering. bolstering പറയില്ല, bolster verb അല്ലേ. അപ്പൊ bolsterന്റെ കൂടെ ing ഇട്ട് കൊടുക്കുക, വെർബിന്റെ കൂടെ നമുക്ക് ing ഇട്ട് കൊടുക്കാം. അതിനെ ജെറണ്ട് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ അഡ്ജക്റ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് ing ഇട്ട് കൊടുക്കാം. അപ്പൊ എങ്ങനെ കൊടുക്കണം? bolster ആണെങ്കിൽ bolstering ing തന്നെ വേണം കേട്ടോ. ശ്രദ്ധിക്കാം. I'm trying to uptick my scores in exam. That's great sentence. Garuda Maharaja surpassed Rajahamsa on road. That's great. Pravi, good morning. Let's move to the next set, people. Let's move to the next set, people. Okay? അപ്പം ഓർക്ക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടും, നീ അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യൂ. എന്താണ് ജാട പിള്ളേരെ, അങ്ങ് പോട്ടെ, കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക, അതുപോലെ തന്നെ മനസ്സിലാക്കി ഒരു തംസപ്പ് ഇട്ടേ നമ്മുടെ ചാറ്റ് ബോക്സിൽ. മൂവിങ് ടു നെക്സ്റ്റ് സെറ്റ്, ഇൻവെന്ററി. So did you bring the inventories for the function? Inventories എന്ന് കേട്ടാ മൂവിയിലൊക്കെ കാണാറുണ്ടായിരിക്കും. I'll check the inventory. Inventory ഞാൻ ചെക്ക് ചെയ്യട്ടെ. Inventories പ്ലൂറലും ഉണ്ട്, ഇൻവെന്ററി സിംഗുലറും ഉണ്ട്. ഇൻവെന്ററി നൗൺ ആണ്. അർത്ഥം ഇതുള്ള ലിസ്റ്റ് അല്ലെങ്കിൽ കാറ്റലോഗ്, റെക്കോർഡ്, ലോഗ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് ഇട്ട് വെക്കില്ലേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് കേട്ടോ, ഓർത്തോണം. ദ സെയിം മീനിങ്, കാറ്റലോഗ്, റെക്കോർഡ്, ലോഗ് എന്നൊക്കെ ഓർത്തു വെക്കാം. ദാറ്റ് ഇസ് ഇൻവെന്ററി. അടുത്തത് ആന്റിസിപ്പേഷൻ. ആന്റിസിപ്പേഷൻ നിങ്ങൾക്ക് അറിയാം. ആന്റിസിപ്പേഷൻ എന്ന നൗൺ അറിയാം, ആന്റിസിപ്പേറ്റ് എന്ന വേർബും അറിയാം ഇല്ലേ. ആന്റിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുകയാണ്, നമ്മളൊരു കാര്യം എക്സ്പെക്ട് ചെയ്യാണ്. ആന്റിസിപ്പേറ്റ്, ഹോപ്പ് അല്ലെ. ആന്റിസിപ്പേറ്റ്, ഐ ഡിഡ്ന്റ് ആന്റിസിപ്പേറ്റ് യുവർ കമ്മിങ്. നീ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഐ ഡിഡ്ന്റ് ഹോപ്പ്, ഐ ഡിഡ്ന്റ് ആന്റിസിപ്പേറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ഹോപ്പ് ചെയ്യുക, എക്സ്പെക്ട് ചെയ്യുക എന്നൊക്കെയാണ് ആന്റിസിപ്പേറ്റ് ചെയ്യുക എന്ന വേർബിന്റെ അർത്ഥം. അപ്പൊ ആന്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ പ്രഡിക്ഷൻ, ഹോപ്പ്, ഫോർകാസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. ദാറ്റ് ഇസ് ആന്റിസിപ്പേഷൻ. അപ്പൊ TION വാക്കുകൾ വരുമ്പോ സഫിക്സ് ആയിട്ട് വരുമ്പോ ഓർത്തോളം, ദേ ആർ നൗൺ അല്ലെ. പോപ്പുലേഷൻ, അസിമിലേഷൻ, അക്യുമുലേഷൻ അല്ലെ, കൾട്ടിവേഷൻ. TION വാക്കുകളെല്ലാം നൗണുകളാണ്. എന്നാൽ വേർബും മറക്കണ്ട, ആന്റിസിപ്പേറ്റ്. ദാറ്റ് ഇസ് വേർബ് ആൻഡ് ആന്റിസിപ്പേഷൻ ഇസ് നൗൺ. ഓക്കെ. അടുത്ത ട്രജക്ടറി കേട്ടുണ്ടായിരിക്കില്ല. ട്രജക്ടറി ഓഫ് ദി കോഴ്സ്, എന്തിനേലും ട്രജക്ടറി ഓഫ് ദി മാച്ചിന്റെ ട്രജക്ടറി ഇങ്ങനെയാ പോകുന്നതെങ്കിൽ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമ്മൾ എന്തിനും ട്രജക്ടറി പറയാറുണ്ടല്ലേ. പ്രൈസ് ഹൈക്കിന്റെ ട്രജക്ടറി, GSTയുടെ ട്രജക്ടറി. ട്രജക്ടറി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കോഴ്സ് അല്ലെങ്കിൽ റൂട്ട്, പാത്ത്, വേ, ട്രാക്ക് എന്നൊക്കെ നമ്മൾ പറയും. അതാണ് ട്രജക്ടറി. ഒക്കെ ആയിട്ട് പരിചയമുള്ളതായിരിക്കും. ഓൾറെഡി നമ്മൾ കെമിസ്ട്രി, ഫിസിക്സിലൊക്കെ ട്രജക്ടറി പഠിക്കാറുണ്ട്. എനിക്കത് ഫിസിക്സിലാണ് കൂടുതലായിട്ട്, പിന്നെ മാത്തിലും വരാറുണ്ട് ട്രജക്ടറി.
അതല്ലാതെ നമ്മൾ ഡെയിലി നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു വാക്ക് തന്നെ ഈ ട്രജക്ടറി എന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സ്പെഡൈറ്റ് ചെയ്യാം. എക്സ്പെഡൈറ്റ് ഓർത്തോണേ, ഇറ്റ്സ് നോട്ട് ആൻ അഡ്ജക്റ്റീവ് അല്ല, അഡ്ജക്റ്റീവ് അല്ല. എക്സ്പെഡൈറ്റ് ഒരു വേർബ് ആണ്. എക്സ്പെഡൈറ്റ് എക്സ്പെഡീഷ്യസ് ഉണ്ട് കേട്ടോ. കാര്യം നിങ്ങൾക്ക് അത് അഡ്ജക്റ്റീവ് എന്ന് തോന്നാനൊരു കാരണമുണ്ട്, ഞാൻ അത് എടുത്തോട്ട് പറയാനുള്ള കാര്യമുണ്ട്. എക്സ്പെഡീഷ്യസ് എന്നൊരു അഡ്ജക്റ്റീവ് ഉണ്ട്. സ്പീഡ്, എക്സ്പെഡീഷ്യസ്, TIOS, എക്സ്പെഡീഷ്യസ്, സോറി TIOUS ആണ്, അഡ്ജക്റ്റീവ് ഉണ്ട്. സോ എക്സ്പെഡീഷ്യസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്സിലറേറ്റഡ് ആയിട്ടുള്ള, സ്പീഡ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥം. സ്പീഡ് എന്നതിന്റെ അർത്ഥം ഹറി എന്നുള്ള അർത്ഥം. പക്ഷെ എക്സ്പെഡൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്പീഡപ്പ് ചെയ്യുക, സ്പീഡ് കൂട്ടുക, ഓർ ആക്സിലറേറ്റ് ചെയ്യുക, ഹറി ചെയ്യുക, ഹേസ്റ്റൻ ചെയ്യുക, ധൃതി വെക്കുക എന്നൊക്കെയാണ് എക്സ്പെഡൈറ്റ് ചെയ്യുക. വേഗാട്ടെ, അതാണ് എക്സ്പെഡൈറ്റ് ചെയ്യുക. എക്സ്പെഡീഷ്യസ് അഡ്ജക്റ്റീവ് ആണ്, മറന്നു പോരുതേ ആ ഒരു കാര്യം. TIOUS അല്ലെങ്കിൽ IOUS വാക്കുകൾ കണ്ടാൽ ഓർത്തോണം, അപ്പൊ അഡ്ജക്റ്റീവ് ആണ്. സഫിക്സ് എല്ലാം കണ്ട തിരിച്ചറിഞ്ഞോണം കേട്ടോ, അതുവേണ്ടി ഞാൻ എടുത്തെടുത്ത് പറയുന്നേ. അടുത്തത് കംപ്ലയൻസ്. കംപ്ലയൻസ് കേട്ട് പരിചയം ഉണ്ടായിരിക്കുമല്ലോ. കംപ്ലൈ എന്ന വാക്കിന്റെ വേർബിന്റെ നൗൺ ആണ് കംപ്ലയൻസ്. സോ കംപ്ലൈ വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കംപ്ലൈ ചെയ്യുക, അതിനോട് നമ്മൾ ഒബേ ചെയ്യുക. കൺഫോം ടു സംതിങ്, കംപ്ലൈന്റ് ഉടൻ വിത്ത് എന്ന പ്രൊപ്പോസിഷൻ വരും. കംപ്ലൈ വിത്ത് അല്ലെ, കംപ്ലയൻസ് വിത്ത് തന്നെയാ പറയാ, ഫ്രേസൽ വേർബും അതുപോലെ തന്നെ. സോ കംപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ ഒബേ ചെയ്യുക, ഫോളോ ചെയ്യാൻ നിൽക്കുക. അഡിയർ ടു സംതിങ് അല്ലെ, അഡിയർ ചെയ്യുക. കൺഫോം നോട്ട് കൺഫേം, കൺഫോം ആ സാധനം. അപ്പൊ അഡയറൻസ്, കൺഫോമിറ്റി, ഒബീഡിയൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കാണ് കംപ്ലയൻസ് എന്ന വാക്ക്. കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ അഡയറൻസ്, ഒരു കാര്യത്തോട് ചേർന്ന് പോകുന്ന അവസ്ഥ, അതിനെയാണ് ഒബേ ചെയ്യുന്ന അവസ്ഥ അല്ലെ, അതിനാണ് നമ്മൾ കംപ്ലയൻസ് എന്ന് പറയാം. സെയിം മീനിങ് ആണ് അഡയറൻസിന്, കൺഫോമിറ്റിക്ക്, ഒബീഡിയൻസിന്. ഓർത്തോണം, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വാക്കുകൾ ആൻഡ് ദെയർ വേർബ് ഫോംസ് ആൻഡ് നൗൺ ഫോംസ് ആണ്. അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ശ്രദ്ധിച്ചോണം. ഇത് വരാറുണ്ട്, നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട്. അടുത്ത നോക്കാം, നെക്സ്റ്റ് സെന്റൻസ്, ലെറ്റ്സ് ഗോ. ഈവൻ ദോ ഹിസ് സ്പീച്ച് വാസ് എൻതൂസിംഗ് ടു അതേഴ്സ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മിനിസ്റ്റർ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെ. മിനിസ്റ്റർ ഓഫ് സ്പോർട്സ് മസ്റ്റ് bolster young sports athletes, especially from rural areas, as they have unimaginable ability. Yes, it must അല്ലെ. Yes and no. Update movement അല്ലെ, improvement in our life makes us perfect day by day. Of course അല്ലെ, അല്ല എന്താ പറയാ, പലതുള്ളി പെരുവെള്ളം നമ്മൾ പറയുന്നു പോലെ അല്ലെ പ്രവീൺ. You should peg your experience certificate along with your curriculum vitae. Great, CV. A notice was pegged on the notice board. That is great. He is a loser. Loser spelling double O illa ട്ടോ, ഒരു O ulle havamole. But I tried to bolster up her morale. That's great. The train is anticipated to arrive at 10 o'clock. That's great. Please reveal the inventory of Ada 24/7. That's great. That's great. He is a loser. I tried to bolster up. അതെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആ ലൂസറിന്റെ സ്പെല്ലിംഗ് കേട്ടോ havamole. Good morning, Sita. The video is very enthusing. I bolster my study. It bolster my studies. Okay, ഒരു പ്രശ്നമുണ്ട്. It bolster അല്ല ജിനു, it bolsters. കാര്യം it singular subject അല്ലേ, അപ്പൊ verb singular കൊടുത്ത് it bolsters my studies കേട്ടോ. The workers are trying to expedite their work. This great sentence. Vacancies of university assistant are anticipatory. Yes, they are anticipatory. The final inventory of the students selected in the cricket team was published in the notice board. Great. She asked me to stitch her new dress as same as the കാറ്റലോഗ്. ഓക്കെ, ആ സെയിം എന്ന് നമ്മൾ പറയില്ല. കാര്യം എന്നറിയോ, സെയിം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, സെയിം ആസ് എന്ന് നമ്മൾ പറയില്ല. വെറും ആസ് ഇട്ട് കൊടുത്താലും കറക്റ്റ് മീനിങ് ആവും. ഒരു സെക്കൻഡ്, സെയിം ആസ് എന്ന യൂസേജിന് ഒരു റിഡൻഡന്റ് ഫ്രേസ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ സെറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. നൗൺ ആയിട്ട് നമ്മൾ സെയിമിനെ ഉപയോഗിക്കില്ല, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഐഡന്റിക്കൽ, കറക്റ്റാ, തെറ്റില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ആസ് എന്ന് കൊടുത്താലും മതി കേട്ടോ. ആസ് സെയിം ആസും കറക്റ്റാ, തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ കൊടുക്കുക, ലൈക്ക് കൊടുക്കുക, ഓർ അതും അല്ലെങ്കിൽ വെറും ലൈക്ക് കൊടുക്കുക, ആസ് കൊടുത്താലും കറക്റ്റാ. ആസ് എന്ന് പറഞ്ഞാലും അതിന്റെ മീനിങ് കറക്റ്റ് ആണ് കേട്ടോ. ആസ് സെയിം ആസ് തെറ്റൊന്നുമില്ല. ഓക്കെ, മൂവിങ് ഓൺ. ഞാൻ ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ, എന്തെങ്കിലും ഒരു ഇത് വന്നാലേ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലെറ്റ് മീ സീ. അടുത്തത്, yeah, if your anticipation is increases, if your anticipation is increases പറയില്ല, if your anticipation increases. ഈസ് അവിടെ വേണ്ട ഷൈനി. കാര്യം നോക്കിയാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബി ഫോർമുലേഷൻ്റെ കൂടെ ഒരിക്കലും V5 V1 വരില്ല. ഇൻക്രീസസ് V5 അല്ലേ, ബിയുടെ കൂടെ ഈസിന്റെ കൂടെ എങ്ങനെയാ V5 വരിക? കട്ട് ചെയ്യുക, ഈസ് കട്ട് ചെയ്യുക. You will suffer a lot in future. If your anticipation increases, you will suffer. Great sentence. അതിൽ ഈസ് മാത്രം കട്ട് ചെയ്യുക കേട്ടോ. Enthusiastic classes can be taken only by perfect teachers. അല്ല, teachers. I'm just doing the same in a proper manner day by day. I'm so glad to hear that. Thank you so much.
My parents have a high anticipation about me. എന്നെ പറ്റി നല്ലൊരു മതിപ്പാലേ കൊള്ളാം, ഒരുപാട് എക്സ്പെക്ടേഷൻ ആണല്ലേ കൊള്ളാം. What member had checked the inventory of the coconut plant scheme? Later he said your name is on it. That's great. Later he said that your name അത് ഇത് ചെയ്യുക ചെയ്തേ, റിപ്പോർട്ട് ചെയ്യുക ചെയ്തേ. അപ്പൊ നിനക്ക് ഇങ്ങനെ കൊടുക്കണം അനൂപേ. Later he said that your name was on it എന്ന് കൊടുക്കണം. Later he said that your name was on it. കേട്ടോ, കൊടുക്കണേ. I'm anticipating a bright future. Great. My anticipation was right. She surpassed in the interview. That's great. Expedite your preparation to gain a GPB faster. Job ആയിരിക്കും ഉദ്ദേശിച്ചത്, അതുപോലെ അറിയാതെ പി ആയി പോയതായിരിക്കും. Yes. Citizens of a country must comply with laws of that country. Yes, we must. We look forward to your class with anticipation. Thank you. Don't change your trajectory for others. Great. After paying a prescribed fee, only we will get the copy of the inventory. Great. Laws are formed in compliance with the Constitution. Yes. The political parties' involvement expedited the work of building. Party-yude apostrophe s കഴിഞ്ഞിട്ട് ഒരു apostrophe കൊടുക്കണേ. The political parties' involvement. Political party-യുടെ involvement. പാർട്ടികളുടെ involvement. അപ്പൊ ഇത് കൊടുക്കണം. apostrophe കൊടുക്കാൻ മറക്കരുത്. S കഴിഞ്ഞിട്ട് apostrophe മാത്രം മതി. apostrophe S വേണ്ട, കാര്യം ഓൾറെഡി S ൽ അവസാനിക്കുന്നുണ്ട്. Please expedite your work. We have to submit it before 5 p.m. That's great. The employees' compliance with the rules of the institution is pivotal in ensuring a healthy work culture. Okay. ഞാൻ അതേ പറഞ്ഞ ജിനു നോക്കി അതേ സാധനം ഇവിടെ സീത കൊടുത്തേക്കുന്നുണ്ടോ, എംപ്ലോയികളുടെ compliance. അപ്പോൾ S കഴിഞ്ഞിട്ട് apostrophe ആ സാധനം. I expedited writing exam during the last 5 minutes, but the teacher rested my paper. All right. Anticipatory bail is taken by the persons for avoiding arrest in front of the public. Right. The PWD works were expedited following the court order. All right. Works എന്ന് നമ്മൾ മലയാളത്തിലേ പറയുള്ളൂ, അല്ലെങ്കിൽ ഇൻഫോർമൽ വേയിൽ വർക്ക്സ് പറയില്ല. പണികൾ എന്നുള്ള രീതിയിൽ, കൺസ്ട്രക്ഷൻ വർക്ക് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ PWD വർക്ക് പറഞ്ഞാൽ മതി, ജോലി. ഓക്കെ. Our judicial system should expedite its procedures to bolster the work of the faith of the common people. Great. Unnecessary anticipation about the results will hinder the pace of your preparation. Great. She retained in a proper trajectory during the exam preparations. Great sentence. Only compliance with the law we can live in our country in a good way. All right. Nobody can steer him because he has all the control of his trajectory. That is great. His anticipation was wrong. Great. Moving on to next set. നമ്മുടെ ഡിഗ്രി പ്രിൻസിന് ബാച്ച് സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. 7ാം തീയതി, അതായത് മറ്റന്നാൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് നമുക്ക് പ്രിപ്പറേഷൻ നന്നായി മുറുക്കണം. അപ്പൊ നിങ്ങൾ എല്ലാവരും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് റെഡിയാണ്. യു ക്യാൻ ജോയിൻ അവർ ക്ലാസ്. നമ്മുടെ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യാം. 2400 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. കോഡ് അറിയാലോ, Y314 എന്ന കോഡ് അപ്ലൈ ചെയ്യാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളാം. 10ാം തീയതി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്താലും മതി. കാര്യം നമുക്ക് ജനുവരി 4ാം തീയതി വരെ അവസരമുണ്ട്. നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള പോസ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് ബാച്ചിന്റെ ഫൗണ്ടേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 5 മാസത്തെ ബാച്ചാണ്, ലോങ് ബാച്ചാണ്. നമ്മൾ മോക്ക് ടെസ്റ്റുകളും റിവിഷനും ഒക്കെ ആയിട്ട് സൺഡേ സാറ്റർഡേ ഇല്ല ക്ലാസ്സുകൾ. നല്ല നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയോണ്ട് നല്ല രീതിയിലാണ് ക്ലാസ്സുകൾ പോവുക. 5 മാസത്തെ ബാച്ചാണ്. പയ്യെ നമുക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനിയും വെച്ച് താമസിപ്പിക്കരുത്, പഠനം തുടങ്ങാനുള്ള സമയമായി. ഇറ്റ്സ് ടൈം പീപ്പിൾ. അതുപോലെ VFA വെബ് ക്വാളിറ്റി പഠിച്ചു തുടങ്ങിയെന്ന് വിശ്വസിക്കുവാണ്. മെയിൻസിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാത്തത് ഇന്ന് തന്നെ തുടങ്ങിക്കോളാം. അതിപ്പോൾ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തിയാലും കുഴപ്പമില്ല. നമുക്ക് ഒട്ടനേകം ക്ലാസ്സുകൾ ഇവിടെ ഉണ്ട്. ഈ ക്ലാസ്സുകൾ യൂട്യൂബിലെല്ലാം കണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കണ്ട് പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ ഇനി എക്സ്ട്രാ ഹെൽപ്പ് വേണം, മെന്റർഷിപ്പ് ഒക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ജോയിൻ us. നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെക്കോർഡും ലൈവും അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ എന്റെ കോഡ് മറക്കണ്ട, Y314. അപ്പൊ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാൻ നോക്കി. ഡെഫർ ചെയ്യുക. ഡിഫർ അല്ല, ഡെഫർ. ഡിഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാലോ. ഡിഫർ എന്ന വാക്കിന്റെ അർത്ഥം പറയല് വേരി, ചേഞ്ച് ചെയ്യുക എന്നാണ് അർത്ഥം. വെർബ് തന്നെ വേരി എന്നർത്ഥം. VARY, വേരി, ചേഞ്ച് ചെയ്യുക. എന്താ ഡെഫർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റിവെക്കുക, പുട്ട് ഓഫ് ചെയ്യുക, അഡ്ജേൺ ചെയ്യുക, ഡിലേ ചെയ്യുക, സസ്പെൻഡ് ചെയ്യുക. ദാറ്റ് ഇസ് ഡെഫർ. ഡിഫർ ആൻഡ് ഡെഫർ രണ്ടും കൺഫ്യൂസിംഗ് വേർഡ്സ് വരുന്ന വാക്കുകളാണ്. 2 വെർബാണ്, ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത സ്പർ. സ്പർ ചെയ്യുക മീൻസ് സ്റ്റിമുലേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, പ്രോംപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് സ്പർ. സ്പർ എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യുക, ആ അർത്ഥമാണ് കേട്ടോ, ഓർത്തോണം. വെർബാണ്. അടുത്ത നെർവ് റാക്കിംഗ്. നെർവ് റാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ്ഫുൾ. എന്റെ അമ്മ ഒന്നും പറയണ്ട. നെർവസ് ആകുക എന്ന് പറയുമ്പോൾ തന്നെ ടെൻഷൻ അടിപ്പിക്കുന്നതല്ലേ. അപ്പൊ നെർവ് റാക്കിംഗ് എന്ന് പറഞ്ഞ വാക്ക് നെർവ് റിലേറ്റഡ് ആയിട്ട് എന്തെല്ലാം അഡ്ജക്റ്റീവ് ഉണ്ടോ ഓർത്തണം. അതിന്റെ അർത്ഥം ഇതാണ്: സ്ട്രെസ്ഫുൾ ആക്കുക, ആൻഷ്യസ് ആക്കുക, വറിയിങ് ആക്കുക. അതാണ് അഡ്ജക്റ്റീവ് ആണ്, ഓർത്തണം. വറിയിങ്, സ്ട്രെസ്ഫുൾ, ആൻഷ്യസ് എന്നൊക്കെ അർത്ഥം.
അടുത്ത ഷിമ്മർ ചെയ്യുക. ഷിമ്മർ ഉണ്ട്, ഷിമ്മർ ചെയ്യുക വേർബും ഉണ്ട്, നൗണും വേർബും ഉണ്ട്. ഗ്ലിൻഡ്, ഗ്ലിസ്നിങ്, ഒരു നമ്മൾ പറയുന്ന ഒരു മിന്നൽ, ഒരു തെളിച്ചം എന്നൊക്കെ പറയില്ല, അതിനാണ് ഷിമ്മർ എന്ന് പറയുന്നത്. ഷിമ്മർ ഓഫ് ഹോപ്പ് എന്നൊക്കെ നമ്മൾ ഒരു ലൈറ്റ് ഓഫ് ഹോപ്പ് എന്നൊക്കെ പറയില്ല, അതാണ് ഷിമ്മർ എന്ന വാക്കിന്റെ അർത്ഥം. സോ ഷിമ്മർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഷൈൻ ചെയ്യുക, ഫ്ലിക്കർ ചെയ്യുക, ഫ്ലാഷ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. സോ ഷിമ്മർ നൗണും ഉണ്ട്, അതേപോലെ വേർബും ഉണ്ട്, സെയിം മീനിങ് ആണെന്നുള്ള കാര്യം ഓർത്തുക. അടുത്ത വെയിനിങ്, അഡ്ജക്റ്റീവ് ആണ് വെയിനിങ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫ്രേസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരു ഇതിട്ടായിരുന്നു, ക്വിസ് ഇട്ടപ്പോൾ കണ്ടായിരുന്നു, ഓൺ ദ വെയിൻ എന്ന വാക്ക്. അതുപോലെ തന്നെ നമ്മുടെ SSCയുടെ ആണ്, GDയുടെ ആണെന്ന് തോന്നുന്നു, ക്വസ്റ്റ്യൻ ആണോ എനിക്കറിയത്തില്ല, ഓൺ ദ വെയിൻ എന്ന യൂസേജ്. വെയിൻ എന്ന് പറയുന്നത് നൗണും വേർബും ഉണ്ട് കേട്ടോ, നൗണും വേർബും ഉള്ള ഒരു സാധനമാണ് വെയിൻ ചെയ്യാം. വെയിൻ ചെയ്യുക, ഡിക്രീസ് ചെയ്യുക എന്നർത്ഥമാണ്. അപ്പൊ പിന്നെ വെയിനിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഡിസപ്പിയർ ചെയ്യുക, ഡിസപ്പിയറിങ്, ഡിക്രീസിങ്, ഡിക്ലൈനിങ്, റിഡ്യൂസിങ് എന്നൊക്കെ അർത്ഥം വരുന്ന സാധനമാണ്. സോ വെയിനിങ് എന്ന് പറഞ്ഞാൽ ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, കുറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ന അർത്ഥത്തിലാണ് വെയിൻ എന്ന് പറയാം. വെയിനിങ് അഡ്ജക്റ്റീവ്. ഓർത്തോണേ, മറക്കരുതേ, ഓർത്തോളൂ. വെയിലും വെയിനും വ്യത്യാസമുണ്ട്. വെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വേറെയാണ്, വെയിൽ ചെയ്യാന്ന് പറയില്ല വേറെയാണ്. അപ്പൊ വെയിൻ ചെയ്യാൻ മറക്കരുത്. WNING ആണ് വെയിൻ. WANE ആണ് ഞാൻ പറഞ്ഞ ഡിക്ലൈൻ, റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ നൗൺ ഫോർമുലേഷനും വേർബ് ഫോർമുലേഷനും ഉള്ള വെയിൻ. അതാണ് നമ്മളിപ്പോ പറയുന്ന വെയിൻ കേട്ടോ, ഓർത്തോണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ആസ്ക് മീ കേട്ടോ. ചേട്ടാ ഇന്ന് എനിക്ക് എന്താണോ പറ്റിയത്? എനിക്ക് ഉറക്കം വരുവാണല്ലോ, ഉറക്കം ശരിയായില്ല. സോ സോറി ഫോർ ദാറ്റ്. I prefer to decide the trajectory of my life and do not anticipate it to be framed by others. That's great, Sita. You need to follow the trajectory of treatment that is prescribed by doctor. That is great. Somanath Temple expedition was led by Mahmud of Ghazni. That's great. Mahmud of Ghazni. Okay. Ma'am expedites our knowledge in English every day. From I'm so glad. Expediting in examination causes distraction. Hurrying up. Okay, that's fine. That's fine sentence. The trajectory chosen double O illa. Choose in double O ഉണ്ട് കേട്ടോ ലക്ഷ്മി. ചോസൻ O മാത്രമേ ഉള്ളൂ. ചോസ് പാസൻസ് വരുന്ന ചോസിന് O ഉള്ളൂ, double O ഇല്ല. By him to the trajectory chosen by him to win the game was unethical. Great. Expedition ഡിസ്ട്രക്ഷൻ അല്ലല്ലോ. എക്സ്പെഡിഷൻ നോക്കി, എക്സ്പെഡൈറ്റ് ചെയ്യുക, സ്പീഡപ്പ് ആക്കുക. എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞ യാത്ര, അഡ്വഞ്ചറസ് ട്രിപ്പ് എന്നൊക്കെ പറയും. എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞ യാത്ര എന്നാണ്. ഡിസ്ട്രക്ഷൻ എന്നൊരു അർത്ഥത്തിൽ എക്സ്പെഡിഷൻ പറയാറില്ല നമ്മൾ കേട്ടോ. എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നില്ല. ഇനി ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ, എന്നാലും ഞാൻ പറയാണ്, എക്സ്പെഡിഷൻ എന്ന വാക്കിന് യാത്ര എന്നൊരർത്ഥമുണ്ട്. ഓക്കെ, ഫോർമൽ ആയിട്ട് നമ്മൾ എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്ന് പറയും, ധൃതി എന്നൊക്കെ പറയും. ഹേസ്റ്റ്, ധൃതി എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥം പറയാം. അല്ലാതെ എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞാൽ യാത്ര എന്ന അർത്ഥം, ജേർണി എന്നാണ് കേട്ടോ. ശമാസെ ഒന്ന് ശ്രദ്ധിച്ചോളാം. The exam is deferred to December 25. Wait. The movement of atoms expedited in some specific trajectories. Okay, don't defer your studies. Yeah. Your class pushed me to study daily. Oh, Amala, I'm so glad to hear that. Trajectory towards success is not an easy one. Okay, who dirty freak are you to defer the things around our jurisdiction? Who dirty freak illa, who the dirty freak are you? Who the dirty freak? അങ്ങനെ ചോദ്യം കേട്ടോ. ചോദ്യം ചോദിക്കുമ്പോൾ അതിനൊരു പ്രത്യേക യൂസേജ് ഉണ്ട്. അല്ലെങ്കിൽ who are you എന്നുള്ള രീതിയിൽ ചോദിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേരിട്ട് ചോദിക്കുമെങ്കിൽ ഒരു who the ഇങ്ങനെ വെക്കില്ല, who the dirty freak അങ്ങനെ കൊടുക്കാം. The timings of SSC and PSC exams is nerve wracking for me. കേട്ടോ, ടൈമിങ്സ് പ്ലൂറൽ അല്ലേ നന്ദീഷ, അപ്പൊ പ്ലൂറൽ വേർബ് കൊടുക്കുക, ആർ നെർവ് ക്രാക്കിംഗ് എന്ന് കൊടുക്കണം. എനിക്ക് ഓർമ്മയുണ്ട് ഇതിന്റെ രണ്ട് എക്സാമിന്റെ കാര്യം. വിത്ത് ദ വെയിനിങ് ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യ, the youth of the country the youth ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി പറഞ്ഞു. The youth of the country is moving to other parts of the globe seeking pastors new അല്ല, new pastors എന്ന് കൊടുക്കുക കേട്ടോ. Pastors new അല്ല, new pastors കേട്ടോ സീത. South Korea was victorious after nerve-wracking tussle against Portugal football team. അത് ഭയങ്കര ഇതും കിട്ടില്ല, എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധ, സൗത്ത് കൊറിയ പ്ലസ് പോർച്ചുഗലിനെ എല്ലാവരും ഭയങ്കര ശ്രദ്ധിച്ചൊരു മാച്ചുമായിരുന്നു. Avoid nerve-wracking thoughts for better health. That's great. The climax of the Dilip movie, Speed Track, is nerve-wracking. Okay. Hi, Achudan. Jai Hind. Due to unexpected weather, the cricket match was deferred. All right, that's great. You cannot spur the priest if you make a fire in his heart anymore. ഒറ്റ വാക്ക് കേട്ടോ ശരത്തെ. I still remember those school days when we had
prayed to defer the exam due to nerve-wracking situation. അതൊക്കെ ഒരു കാലം അല്ലേ, അതൊക്കെ ഒരു കാലം. പണ്ട് ഞാൻ ടീച്ചർ വരുന്നതിന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കൊള്ളാം. Anyways, that's great. Seeing the results on the notice board, her face shimmered with joy and pride. Great. Moving on, people, next set load form, and the final set, linger. Linger ചെയ്യാ കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ എനിക്ക് തോന്നുന്നു ആന്റണി മാണോ ചോദിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അത് SSC ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു വാക്കുമാണ്. ലിങ്കർ ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റേ ചെയ്യുക, റിമെയിൻ ചെയ്യുക, വെയിറ്റ് ചെയ്യുക, ലോയിറ്റർ ചെയ്യുക, പെർസിസ്റ്റ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, നിലനിൽക്കുന്ന എന്നർത്ഥമാണ്. അപ്പൊ ലിങ്കറിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് എന്നുള്ള അർത്ഥത്തിലാണ്. റിമെയിനിങ്, എക്സിസ്റ്റിംഗ്, കണ്ടിന്യൂവിങ്, പെർസിസ്റ്റിംഗ് എന്നൊക്കെയാണ് അർത്ഥം. പ്രിവെയിലിംഗ് സിറ്റുവേഷൻ ആ അർത്ഥം ലിങ്കറിങ് അഡ്ജക്റ്റീവ്. ലിങ്കർ ചെയ്യുക, സ്റ്റേ ചെയ്യുക, റിമെയിൻ ചെയ്യുക, ഇങ്ങനെ വാക്കുകൾ അർത്ഥം. അടുത്ത ഒബ്ലീവിയസ്. വാട്ട് ഇസ് ഒബ്ലീവിയസ്? ഒബ്ലീവിയസ് എന്ന വാക്കിന്റെ അർത്ഥം അൺഅവെയർ ആയിട്ടുള്ള, അതിനെപ്പറ്റി ഒരു അവയർനെസ് പോലും ഇല്ലാത്ത അവസ്ഥ. അൺകോൺഷ്യസ്, ഹീഡ്ലെസ്, ശ്രദ്ധയില്ലായ്മ, ദാറ്റ് ഇസ് ഒബ്ലീവിയസ് കേട്ടോ. ഹീഡ്ലെസ് എന്ന് പറഞ്ഞാൽ ഇൻഅറ്റന്റീവ് ആയിട്ടുള്ള അവസ്ഥ അല്ലെ ഒബ്ലീവിയസ് എന്ന വാക്കിന്റെ അർത്ഥം. അതാണ് ഒബ്ലീവിയസ്, അഡ്ജക്റ്റീവ് ആണ് ഒബ്ലീവിയസ്. ഞാൻ പറഞ്ഞു IOUS വാക്കുകൾ കണ്ട ഓർത്തോളം അതിന്റെ അർത്ഥമല്ല, അതിന്റെ ഇത് നൗൺ ആണ് എന്നുള്ള കാര്യം, നൗൺ പോട്ടെ, അഡ്ജക്റ്റീവ് ആണെന്നുള്ള കാര്യം മറക്കണ്ട OUS വാക്കുകൾ കണ്ട. എന്നാൽ ഇതിന്റെ നൗൺ ഉണ്ട് കേട്ടോ, ഒബ്ലീവിയൻ ഉണ്ട്, നൗൺ ഉണ്ട്. ഒബ്ലീവിയൻ നൗൺ ആണ്. അതായത് നമ്മള് അൺകോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു 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 ഇതില്ല, അവയർനെസ് ഇല്ലായ്മ, ബീങ് അൺഅവെയർ ഓഫ് സംതിങ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഇൻസെൻസിബിലിറ്റി, അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, ആകെപ്പാടൊരു ഇഗ്നോറൻസിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ, അതിനെ നമ്മൾ ഒബ്ലീവിയൻ എന്ന് പറയും. ഹീസ് എൻ ഒബ്ലീവിയൻ എന്ന് പറയും. അതുപോലെ ഒബ്ലീവിയസ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. അൺഅവെയർ, അൺകോൺഷ്യസ്, ഹീഡ്ലെസ് എന്നൊക്കെ പറയും. അടുത്ത വേറി. നോക്കണേ, വേറെ എന്ന വാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കാൻ ചാൻസ് ഉള്ള ഒരു വേർഡ് ഉണ്ട്, ഈ വേറി. വേറി ഡെസർട്ട് എന്നൊക്കെ പറയില്ലേ, വേറി, അതും അഡ്ജക്റ്റീവ് ആണ്. ഈ വേറിയും അതെ. ആദ്യത്തെ വേറി WARY വേറി എന്ന് പറഞ്ഞാൽ കോഷ്യസ്, കെയർഫുൾ എന്നൊക്കെയാണ്. പക്ഷെ ഈ വേറിന്റെ അർത്ഥം എന്താ? ടയേർഡ്, വളരെ ടയേർഡ് ആയിട്ടുള്ള അവസ്ഥ, എക്സോസ്റ്റഡ് എന്ന അർത്ഥമാണ്. എക്സോസ്റ്റഡ്, ടയേർഡ്, വേറി. യു ലുക്ക് വേറി എന്ന് പറഞ്ഞാൽ ഈ വേറി ആണെങ്കിൽ ടയേർഡ്, എക്സോസ്റ്റഡ് ആണ്, നീ ആ ടയേർഡ് ആയിട്ടിരിക്കുന്നല്ലോ എന്ന് പറയും. പക്ഷെ ഈ വേറിന്റെ അർത്ഥം എന്താ? അതും വേറെ തന്നെയാണ്, അഡ്ജക്റ്റീവ് ആണ്. കോഷ്യസ്, കെയർഫുൾ, അലേർട്ട്. ബി വേറി ഇൻ യുവർ വർക്ക് ഓർ ബി കോൺഷ്യസ് ഇൻ യുവർ വർക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ. നല്ല കെയർഫുൾ ആയിട്ടിരുന്നോണം കേട്ടോ, ഇത് ഇച്ചിരി എന്താണ്, ശ്രദ്ധ വേണ്ട വർക്കാണ്. കോഷ്യസ് ആയിരിക്കുക, അലേർട്ട് ആയിരിക്കുക, വിജിലന്റ് ആയിരിക്കുക, ദാറ്റ് ഇസ് വേറി. മറ്റേ വേറെ ഈ വേറെ നമ്മൾ മാറിപ്പോരുത്, രണ്ടും വേറെയാണ്. ബട്ട് സ്പെല്ലിംഗ് ഡിഫറൻസ് ഉണ്ടെന്നുള്ള കാര്യവും ഒന്ന് ഓർത്തോളാം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഇത് രണ്ടും ഹോമോഫോൺസ് ആണ്, ഒരേ പ്രൊനൗൺസിയേഷൻ ആണ്, സ്പെല്ലിംഗ് മാത്രമേ വ്യത്യാസമുള്ളൂ, മീനിങ്ങും. അടുത്ത ഇന്റർലൂഡ്. ഇന്റർലൂഡ് എന്ന് പറഞ്ഞാൽ ഒക്കെ അറിയാലോ, ഇന്റർവെൽ നൗൺ ആണ്. ഇന്റർലൂഡ് എന്ന് പറഞ്ഞാൽ ഇന്റർവെൽ, ഇന്റർമിഷൻ, ബ്രേക്ക് അല്ലെങ്കിൽ റിസസ്, അതിനാണ് ഇന്റർലൂഡ് എന്ന് പറയാം. ഇന്റർലൂഡ് ഒരു ബ്രേക്ക്, ഇന്റർവെൽ ഇല്ലേ, അതിനാണ് നമ്മൾ ഇന്റർലൂഡ് എന്ന് പറയാം. ശ്രദ്ധിച്ചോണം. അപ്പൊ വേറെ മറക്കണ്ട, അതുപോലെ തന്നെ ഇന്റർലൂഡ് ഓർക്കുക. വേറെ രണ്ടുപേരെയും ഓർത്ത് വെച്ചോണം കേട്ടോ, എക്സാം പോയിന്റ് ഓഫ് വ്യൂല് രണ്ടുപേരെയും ആവശ്യം ഉണ്ട്. ഓക്കെ. Who the hell are you to defer the verdict of the case? Aha, question mark. അല്ലെ ഷമാസ, ക്വസ്റ്റൻ ആണ്, അതുപോലെ ക്വസ്റ്റൻ മാർക്ക് കൂടാ. Court deferred the case to another convenient date. That's great. The shimmering era of Bollywood is waning. ആണ് അല്ലെ, ബോളിവുഡ് മൊത്തത്തിൽ അങ്ങ് തകർന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും. Yes, Nandisha. Ratan Tata gives 67% of his profit to charitable trust. That's really spurring. Comment കൊടുക്കണേ, comment that is really spurring എന്ന് കൊടുക്കാം. Waning price of commodities are helpful for the people. Yes, പൈസ കുറയുമ്പോൾ ആൾക്കാർ സാധനം മേടിക്കൽ കൂടും, സാധനം ആൾക്കാരുടെ ഡിമാൻഡ് കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഇക്കണോമിക് സ്റ്റെബിലിറ്റി കൂടും. യെസ്, global economy ഇങ്ങനെ സെറ്റ് ആവും. Oh God, I can't believe this. It's a nerve-wracking news. That's great. I watched the shimmering light who the criminal held until the murder took place. Shimmering light who എങ്ങനെയാ വരിക? Who അല്ലേ ചേർത്തെ, which. ആ shimmering light ഹോൾഡ് ചെയ്ത ആരാ? ക്രിമിനൽ ഹോൾഡ് ചെയ്തു. ആ ഷിമ്മറിംഗ് ലൈറ്റിനെ പറ്റി നമ്മൾ പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഹ്യൂമൻ. മനുഷ്യരെ പറ്റി പറയുമ്പോൾ മാത്രം ഹൂ ഉപയോഗിക്കുള്ളൂ, റിലേറ്റീവ് പ്രൊനൗൺ. മനുഷ്യരെ പറ്റി അല്ലല്ലോ പറയുന്നത്. അപ്പൊ നീ അവിടെ കൊടുക്കാം വിച്ച് കൊടുക്കാം. വിച്ച് ദ ക്രിമിനൽ ഹെൽഡ് അണ്ടിൽ ദ മർഡർ ടുക്ക് പ്ലേസ്. ഓക്കെ. ലിങ്കറിംഗ് എഫേർട്സ് ലീഡ് ടു സക്സസ്. ഗ്രേറ്റ്. കണ്ടിന്യൂസ് എഫേർട്ട്. മാം എവറിത്തിങ് ഹാസ് എ ലിമിറ്റ് എന്ന സെന്റൻസ് ശരിയാണോ? ആണ്. എവറിത്തിങ് ഹാസ് എ ലിമിറ്റ് കറക്റ്റ് ആ സെന്റൻസ്. എവറിത്തിങ് സിംഗുലർ ആണ് കേട്ടോ, അതായിരിക്കും ഡൗട്ട് വരുന്നത്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയില്ലേ, ദാറ്റ്സ് ഇറ്റ്. എവറിത്തിങ്ങിനൂടെ സിംഗുലർ സബ്ജക്ട്, സിംഗുലർ വേർബ് ആട്ടോ. ബിക്കോസ് എവറിത്തിങ്, എവറിബഡി എന്നുള്ളതൊക്കെ എന്താണ്, സിംഗുലർ ആണ്, പ്രൊനൗൺസ് ആണ്. യാ, യു റൈറ്റ്.
Spurring a person in a good direction is a good thing. Of course it is. My parents always scolded me. Always scolded me പറയില്ല. Always എപ്പോഴും. അപ്പൊ അതിന് scolded കൊടുക്കല്ലേ? Scolds me പറയാ. My parents always scolds me for my oblivious behavior. Present tense കൊടുക്കുക കേട്ടോ. അപ്പൊ present tense എങ്ങനെ കൊടുക്കാം? My parents അല്ല, plural അല്ല. അപ്പൊ എന്നോട് scold. സിംഗുലർ അല്ല, പേരൻസ് പ്ലൂറൽ ആണ്. അപ്പൊ വെർബ് പ്ലൂറൽ കൊടുക്കുക, സ്കോൾഡ് കൊടുക്കുക കേട്ടോ. ജിനു, മൈ പേരൻസ് ഓൾവേസ് സ്കോൾഡ് മീ. ഓൾവേസ് നമ്മൾ സിമ്പിൾ പ്രസന്റ് എപ്പോഴും നല്ല പറയുന്നത്, അതുകൊണ്ട് my parents always scold me for my oblivious behavior. I love my mother's oblivious behavior which my father hates. അത് കൊള്ളാം. അച്ഛന് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. കൊള്ളാം. I'm oblivious about my situation. Don't linger for me. Great. Don't wait for me. Okay. പക്ഷെ അവിടെ ഞാനൊരു തിരുത്തുണ്ട്. അത് ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ് യൂസേജ് ആണ്. ആ വെയിറ്റ് എന്ന് പറയില്ലേ, വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ള അർത്ഥം, അങ്ങനെ അതിൽ നമ്മൾ ഉപയോഗിക്കില്ല. ഡോണ്ട് ലോയിറ്റർ ഫോർ മീ അല്ലെങ്കിൽ ഡോണ്ട് ലിങ്കർ ഫോർ മീ ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല. ഇനി നമ്മൾ വെയിറ്റ് തന്നെ ഉപയോഗിക്കാം. ഇൻഅപ്രോപ്രിയേറ്റ് യൂസേജ് ആയി വരും. നമുക്കൊരു വേർഡിന് പകരം ഉപയോഗിക്കാം, പക്ഷെ ഏറ്റവും പ്രോപ്പർ വേർഡ് സെന്റൻസ് മേക്കിംഗിൽ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പൊ ഇവിടെ ലിങ്കർ എന്ന യൂസേജ് ഇറ്റ്സ് നോട്ട് പ്രോപ്പർ. അതാണ്. പക്ഷെ മീനിങ് ഫുൾ കറക്റ്റ് ആണ്, പക്ഷെ പ്രോപ്പർ അല്ല, കോണ്ടെക്സ്റ്റുവലി അത് കറക്റ്റ് അല്ല. അതൊരു പ്രശ്നമാണ് കേട്ടോ. അതാണ് നമ്മൾ ഈ ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ് യൂസേജ് പറയുമ്പോൾ ഓർക്കും കോണ്ടെക്സ്റ്റൽ പ്ലസ് ഗ്രാമാറ്റിക്കൽ രണ്ടും ആക്യുറേറ്റ് ആണോ നോക്കാം. The police official ordered the fellow policeman to be wary. Great. Don't be oblivious to your responsibilities as a parent. That's great. Be wary while playing with animals. സത്യം. Obliviously adverb ഉണ്ടോന്നോ? Obliviously adverb ഉണ്ടാവും ഉറപ്പായിട്ടും LY ഉണ്ടാവും. കാരണം ഇതിൽ of course വരാം, obliviously ഉണ്ടാവാം. ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഇനി ഉണ്ടോ എന്ന്. ഇല്ലെങ്കിലേ നമുക്ക് നോക്കാം. ഓഫ് കോഴ്സ് ഉണ്ട് കേട്ടോ, ഒബ്ലീവിയസ്ലി ഉണ്ട് കേട്ടോ, ഉണ്ട്. anyway okay, let me see. He was oblivious of the current political scenario. Great. Nerve-wracking situations can be handled by him as an expert. That's great. The movie is very much enthusing. Great. I like the shimmering dress of the bride. Great. If you can't be wary while driving, better spare my car, please. That's great sentence. Be wary while driving on road. Great. You should be wary about the danger. Great. Students ask for an interlude after a continuous class of 2 hours. That's great. We vary about. We vary about. എടാ വേറി വേർബ് അല്ലടാ, വേർബ് അല്ല. We vary എന്ന് പറയില്ല, we are wary എന്ന് കൊടുക്കുക. We are wary, we are cautious about, we are alert about, we are careful about എന്ന് കൊടുക്കണം കേട്ടോ. കാര്യം അത് വെർബ് അല്ല കേട്ടോ ശരത്തെ. അപ്പൊ അതിനൊരു വെർബ് ഇട്ട് കൊടുക്കണം. We are wary about our family members since internal traitors cannot be identified easily. കേട്ടോ. ഈ കൊടുക്കണേ അവിടെ ആറ് കൊടുക്കണം, എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. Wary is not a verb, it's an adjective കേട്ടോ. Being wary of worldly life, he turned to ascetic life. Tired, അത് tired എന്നുള്ളതോ അല്ലേ. That's great. Lingering bad financial situations in her life compelled her to discontinue the course. Okay. His whimsy character prompted me to talk to him. That's great. While tying the knot, he wasn't oblivious of his stringent behavior. She was great. ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ടൈം നോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തി വരുമല്ലോ ഷമ്മാസെ. I always sense it somewhere. Though it has been 5 years since he ditched her, his thoughts still linger in her. Okay. Continue. Interlude in our life is very essential for a better beginning. Of course, ഒരു ബ്രേക്ക് ആവശ്യം അല്ലെ. ആരാണ് ഒരു ബ്രേക്ക് ആവശ്യം ഇല്ലാത്തത് അല്ലെ. The reviewers say that monster movie is extremely unbearable to watch up to the interlude, and after that it will be an average experience. All right. Moving on people. അപ്പൊ നമ്മുടെ വേർഡ്സ് കഴിഞ്ഞു. Let's move to the article. ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും പേര് 50 പേര് ലൈവിൽ ഉണ്ടായിട്ട് എന്തെടുക്കുക? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പകുതി പേര് ലൈക്ക് ഇട്ടിട്ടുള്ളേ. എന്താണ് കോയ, ഒരു സ്നേഹമില്ലാത്ത ജാടയാണോ പിള്ളേരെ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക, ആൻഡ് മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇടുക. ലെറ്റ്സ് മൂവ് ടു ദ ആർട്ടിക്കിൾ. എ സ്മോൾ അപ്റ്റിക്, ഒരു ചെറിയൊരു ഇൻക്രീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നോക്കാം എവിടെയാണ്. ടാക്സ് കളക്ഷൻസ് ഷോ കൺസ്യൂമേഴ്സ് ഹാവ് ബീൻ കോഷ്യസ് അബൌട്ട് ഫെസ്റ്റീവ് സ്പെൻഡിങ്. GST കാര്യത്തിലാണോ പറയുന്നത്? GST കാര്യത്തിലാണ് ഇത് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ടാക്സ് കളക്ഷൻസ് എടുത്ത് ടാക്സ് കളക്ട് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. കൺസ്യൂമേഴ്സ് കുറച്ച് കോഷ്യസ് ആണ്, കുറച്ച് അലേർട്ട് ആണ് ഫെസ്റ്റീവ് സ്പെൻഡിങ്ങിൽ. പൈസ അങ്ങനെ ചെലവാക്കുന്ന കാര്യത്തിൽ എന്താണ് കൺസ്യൂമേഴ്സ് കുറച്ചുകൂടെ കോഷ്യസ് ആണ് എന്ന രീതിയിൽ ഇവിടെ ആർട്ടിക്കിൾ പറയുന്നുണ്ട്. സോ ലെറ്റ് സി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇക്കണോമിക് അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. You the people can save this third rate criminal before the law and court. Chakochi doesn't want to appear to the court കേട്ടോ. appear to the court against you and your people. Mind it, it's just an interlude. Okay. Sentence കൊള്ളാം. അതിന്റെ ഇടയ്ക്ക് appear in the court കൊടുക്കണേ. Be wary when you are working with chemicals. Yes. Great. പിള്ളേരെ ഒരു ലൈക്ക് ഇടാനും അതുപോലെ ഒരു തംസ് അപ്പ് ഇടാൻ എന്നാ ഇത്ര മടി?
ജാടയാണോ? India's gross goods and services tax GST revenues grew almost 11% this November to nearly 1.46 lakh crore. With this is while this is only the 10th such occasion since the onset of GST in July 2017 that revenues have been over 1.4 lakh crore. That mark has been consistently topped for 9 months now. The two highest GST monthly receipts so far over 1.67 lakh crore in April and 1.51 lakh crore in October were partly bolstered by taxpayers filing quarterly returns. Discounting periodic spikes in compliance one can. അപ്പോൾ ജി എസ് ടി നമുക്കറിയാം, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട കാലഘട്ടം ഓർമ്മയുണ്ട്. 2017 ജി എസ് ടി എന്ന് പറയുന്ന സംഭവത്തിലോട്ട് നമ്മൾ എന്താ പറയുക, ജി എസ് ടി എന്ന സാധനം വന്നു തുടങ്ങി അല്ലെ. ആ റവന്യൂസ് ഗ്രൂ ചെയ്ത് ഓൾമോസ്റ്റ് 11% ഗ്രോത്ത്, ഒരു അപ്റ്റിക്ക് കാണുവാണ് നമ്മൾ. ജി എസ് ടിയുടെ ഗ്രോത്ത് കാണുവാണ് 11% കേട്ടോ. ഈ നവംബറിൽ നമ്മൾ കാണാൻ പോകുന്ന 11% ഗ്രോത്ത് ആണ്. അപ്പോൾ ഏകദേശം 11% എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഓഫ് ഗ്രോത്ത് തന്നെയാണ് ഈ നവംബർ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഏറെക്കുറെ എത്രത്തോളം വരും, 1.46 ലാക്ക് ക്രോറിലോട്ട് വരും. 1,46,000 കോടി ഒരു ഗ്രോത്ത് ആണ് കാണുന്നത്. അതിന്റെ ഒരു എമൗണ്ട് ഇതാണ്. അപ്പം ഈ പറഞ്ഞ 2017 തുടങ്ങിയ ജി എസ് ടി എന്ന് പറഞ്ഞ സാധനം തുടങ്ങിയ മുതൽ ഓൺസെറ്റ് അപ്പോഴാണ് അത് തുടങ്ങിയത്. ഈ ഒരു എമർജൻസി അപ്പോഴാണ് ഈ ജി എസ് ടി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇതിലോട്ട് വന്നത്. ജൂലൈ 2017 വന്നാണ്. ഈ സാധനം കഴിഞ്ഞിട്ട് ഇപ്പൊ റവന്യൂസിനെ ഇപ്പൊ ആ ഒരു റവന്യൂ എന്ന് പറയുന്നത് ഏറെക്കുറെ 1.4 ലാക്ക് ക്രോർ വന്നു. അപ്പൊ ഇത് കൺസിസ്റ്റന്റ്ലി അതേ ഒരു കൺസിസ്റ്റന്റ് എമൗണ്ട് ഇപ്പൊ 9 മന്ത്സ് ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ്. അപ്പോൾ ഏറ്റവും ദ ടു ഹയസ്റ്റ് ജി എസ് ടി മന്ത്ലി റെസീറ്റ്സ് ഓഫർ, ഇതുവരെയുള്ള ഏറ്റവും ഹയസ്റ്റ് ജി എസ് ടി മന്ത്ലി റെസീറ്റുകൾ എന്ന് പറയുന്നത് 1.67 ലാക്കും 11 ലാക്ക് ക്രോറും അത് ഏപ്രിൽ ഉണ്ടായതാണ്. അതുപോലെ തന്നെ 1.51 ലാക്ക് ക്രോർ ഒക്ടോബറിൽ ഉണ്ടായതുമാണ്. അത് രണ്ടും പാർട്ട്ലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അത് ബോൾസ്റ്റർ ചെയ്തിട്ടുണ്ട്, സ്ട്രെങ്തൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ടാക്സ് പേയേഴ്സിന്റെ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം ക്വാർട്ടർലി റിട്ടേൺസ് ഒക്കെ എല്ലാ ടാക്സ് പേയേഴ്സും അടയ്ക്കുന്നുണ്ട്, ടാക്സ് ഒക്കെ സെറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതിന്റെ ബോൾസ്റ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആർ പേയിങ് ദ ടാക്സ് എന്നർത്ഥം. അപ്പം ഡിസ്കൗണ്ടിങ് പീരിയോഡിക്സ് ഇതിനോട് കംപ്ലൈൻ ചെയ്തുകൊണ്ട് ഉള്ള നമുക്ക് ഒരു ഹൈക്ക് കാണാൻ പറ്റും. One can possibly peg അതിനെ ഫിക്സ് ചെയ്യാൻ പറ്റും 1.4 lakh crore the new normal baseline for monthly GST revenues here. അപ്പൊ ഇപ്പൊ നമുക്കൊരു ഏകദേശം ഇത് എല്ലാവരുടെയും ടാക്സ് പേയ്മെന്റും ഇങ്ങനെയുള്ള കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഒരു ബേസ് ലെവലിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക ഒപ്റ്റിമൽ ലെവൽ അല്ലെങ്കിൽ ഒരു നോർമൽ ബേസ് ലൈൻ ആയിട്ട് പറയുന്നത് ഇപ്പം എല്ലാ മന്തിലും ഒരു മന്ത്ലി ജി എസ് ടി റവന്യൂസ് എന്ന് പറയുമ്പോൾ 1.4 lakh crore ആണ് ഇപ്പോൾ. അതാണ് ഇപ്പോൾ ഒരു ബേസ് ലെവലിൽ അല്ലെങ്കിൽ ഒരു നോർമൽ ബേസ് ലൈനിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം. വിത്ത് ഓൾമോസ്റ്റ് 12 lakh crore already in the GST kitty this year, the government is likely to end up with a insignificant surplus over its budget. This is welcome fiscal headroom, especially since the centre's subsidy bill on items such as fertilizers and food grains had also surpassed the budget mark and may help the government stick to its fiscal deficit target. On the flip side, however, November's GST revenues are not an enthusiastic indicator about the state of broader economy. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷത്തെ ഒരു ജി എസ് ടി കിറ്റ് മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനെ ഓൾമോസ്റ്റ് നമുക്കൊരു 12 ലക്ഷം കോടി എന്ന് കാണാൻ പറ്റും. അതാണ് എന്റെ എമൗണ്ട് പറയുന്നത്. അപ്പൊ അതും ബഡ്ജറ്റുമായിട്ടുള്ള കണക്ഷനായിട്ട് വെച്ച് പറയാണ്. അപ്പൊ ഒരു കാര്യത്തിൽ പറയാം, ഇതിപ്പോ മേജറായിട്ട് നമ്മുടെ സബ്സിഡി സെന്ററിന്റെ സബ്സിഡി വരുന്ന ഐറ്റംസ് ഒക്കെ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ഫുഡ് ഗ്രെയിൻസ് ഒക്കെയാണ്. അത് തന്നെ സർപ്പാസ് ചെയ്ത് പോയി, അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടിപ്പോയി എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത് ഇതിന്റെ കാര്യം. അതുപോലെ തന്നെ നവംബറിന്റെ ജി എസ് ടി റവന്യൂ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ജി എസ് ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, ജി എസ് ടി ഹൈക്ക് വരുന്നുണ്ട്, നോർമലി ജി എസ് ടി അടയ്ക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ജി എസ് ടി ഹൈക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അത് അത്ര മോട്ടിവേറ്റിംഗ് ആയിട്ടൊരു ഇൻഡിക്കേറ്റർ അല്ല. നമ്മുടെ എക്കോണമിയുടെ ഒരു മോട്ടിവേഷൻ, എക്കോണമി നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളൊരു സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒരു സിഗ്നൽ, ഒരു സിമ്പിൾ അല്ല ഇത് തരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് നോട്ട് എ മോട്ടിവേറ്റിംഗ് ഓർ ഇറ്റ്സ് നോട്ട് ആൻ എൻകറേജിംഗ് ഇൻഡിക്കേറ്റർ എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് അതിന്റെ കാരണം എന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ആൻഡ് വാട്ട് ആർ ദ തിങ്സ് റിലേറ്റഡ് ടു ഇറ്റ് എന്ന് നമുക്ക് നോക്കാം. ദ 10.9 ഓവറോൾ ജി എസ് ടി റവന്യൂ ഗ്രോത്ത് ഇൻ നവംബർ. അപ്പോൾ നോക്കണേ 10.9 ഓവറോൾ ജി എസ് ടി റവന്യൂ ഗ്രോത്ത് ആ നവംബറിൽ നമ്മൾ കാണുന്നത്, കഴിഞ്ഞ മാസത്തെ ഗ്രോത്ത് നമ്മൾ കാണുന്നത്. Reflecting transaction undertaken in October when the major festivals including Deepavali occurred is the slowest uptick recorded since June 2021. November revenues were the lowest in the 3 months and marked a nearly 4% dip from October's kitty.
E-way bills generation broadly indicating outflow of goods from producers to the wholesale and retail supply chains dropped a steeper 8.6 sequentially, perhaps as factories recorded higher downtime times and extended holidays. One would have expected festive consumption to spike the GST intake despite the e-way bills decline, as inventories were already built up in anticipation. That effect appears muted and it is. പറഞ്ഞു വരുമ്പം നവംബർ മാസത്തെ നമ്മുടെ GST എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ നവംബർ മാസം എന്തെങ്കിലും GST എന്ന് പറയും ഒക്ടോബർ അണ്ടർടേക്ക് ചെയ്തതിന്റെ ഒരു മേജർ ഫെസ്റ്റിവലിന്റെ കാരണമായിട്ട് വരുന്ന കുറച്ച് കാര്യമാണ്. അവിടെ ചെറിയൊരു അപ്റ്റിക്ക് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ, അതായത് ദിവാലിയുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് വന്ന കുറച്ചൊരു അപ്റ്റിക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ചെറിയൊരു അപ്റ്റിക്ക്, ഒരു സ്ലോവസ്റ്റ് അപ്റ്റിക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷെ അതും ജൂൺ 2021 മുതൽ കഴിഞ്ഞിട്ട് അപ്പം മുതൽ ഇവിടെ വരെ ഉള്ളതിൽ ഒരു ചെറിയ നേരിയൊരു അപ്റ്റിക്ക് മാത്രമേ നമുക്ക് ഈ പറഞ്ഞ നവംബറിൽ കാണാൻ പറ്റുള്ളൂ. എന്നാലും നവംബറിലെ റവന്യൂ എടുത്ത് പരിശോധിച്ച് നോക്കുവാണെങ്കിൽ 3 മാസമായിട്ടുള്ള ഇതിലെ ഏറ്റവും ലോവസ്റ്റ് റവന്യൂ ആയിട്ട്, ഈ അടുത്തുള്ള 3 മാസത്തിലെ ഏറ്റവും ലോവസ്റ്റ് റവന്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, നവംബറിലെ റവന്യൂ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അതായത് മൊത്തത്തിൽ വരുമ്പോൾ ഒരു 4% ഡിപ്പ് റിഡക്ഷൻ ആണ് ഒക്ടോബറിലെക്കാളും കുറവ് ഇവിടെ കാണുന്നത്. അപ്പം ഒക്ടോബറിൽ നിന്ന് നവംബറിലോട്ട് വന്നപ്പോൾ 4% ഡിപ്പ് വന്നിട്ടുണ്ട് അതിന്റെ റവന്യൂവില്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവംബർ മാസം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പോകേണ്ട മാസം, ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പോകേണ്ട മാസമായിട്ട് പോലും നമുക്കതിൽ ഒരു സപ്ലൈ ചെയിനിലും, റീറ്റെയിൽ സപ്ലൈ ചെയിനിലും ഹോൾസെയിൽ ചെയിനിലും 8.6% സബ്സിക്വന്റ് ആയിട്ടുള്ള സീക്വൻഷ്യലി ആയിട്ടുള്ളൊരു ഡ്രോപ്പ് വന്നതും നമുക്ക് കാണാൻ പറ്റും. സപ്ലൈ ചെയിനിൽ, റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ സപ്ലൈ ചെയിനിൽ 8.6% സീക്വൻഷ്യൽ ആയിട്ടുള്ള ഡ്രോപ്പ് വന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പക്ഷേ എക്സ്റ്റൻഡഡ് ഹോളിഡേയ്സ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഹോളിഡേയ്സ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയത് കൊണ്ടൊക്കെ ആയിരിക്കാം, ഫാക്ടറീസിന്റെ ഡൗൺ ടൈം കൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഒരാളെ സംബന്ധിച്ച് ഒരു ഫെസ്റ്റീവ് കൺസംഷന്റെ സമയത്ത് GST ഹൈക്ക് ചെയ്യാൻ വേണ്ടത്, അല്ലാതെ ഒരിക്കലും eBay ബിൽസ് ഒക്കെ ഡിക്ലൈൻ ചെയ്തിട്ട് അതിന്റെ ഒരു ഡ്രോപ്പ് അല്ല വരേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ ഇൻവെന്ററീസ് ലിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഓൾറെഡി ബിൽഡപ്പ് ആന്റിസിപ്പേഷൻ നമ്മൾ ഒരുപാട് ലിസ്റ്റ് ഒക്കെ കാറ്റലോഗ് ചെയ്യപ്പെട്ടിരുന്നു. ഇത്രയും ഇത് വരും, ഇന്നത് വന്നാൽ ഇത്ര എമൗണ്ട് റേസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാറ്റലോഗ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ട് പോലും വി വർ ഇൻ ആന്റിസിപ്പേഷൻ, നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഹൈക്ക് ആയിരുന്നു. ബട്ട് ഹൈക്ക് അല്ല വന്നത്, മറിച്ച് അതിൽ കണ്ടത് നമുക്ക് ഡിക്ലൈൻ ഓഫ് ഇബേ ബില്ലൊക്കെയാണ് കാണാൻ പറ്റിയത്. അത് വല്ലാണ്ട് നമ്മളെ ആശങ്ക ജനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. That effect appears muted, and it is quite puzzling that revenues contracted year on year in as many as 7 states, including Gujarat and Kerala. അപ്പോൾ നമ്മളെ വല്ലാണ്ട് ടെൻഷൻ അടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, വളരെ പസ്ലിംഗ് ആയിട്ടൊരു കാര്യം വെച്ചാൽ, ഇയർ ഓൺ ഇയറിലെ കൺട്രാക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പല സ്റ്റേറ്റുകളും. എസ്പെഷ്യലി ഗുജറാത്തിലും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ നന്നായിട്ട് റവന്യൂ ഇന്ത്യയുടെ GSTയിലും അല്ലെങ്കിൽ ഗ്രോത്തിലും ഒരുപാട് സിഗ്നിഫിക്കന്റ് റോൾ വഹിക്കുന്ന 2 സ്റ്റേറ്റിൽ പെടുന്നതാണ് ഗുജറാത്തും കേരളയും. അവിടെ ഈ 2 സ്റ്റേറ്റ്, 7 സ്റ്റേറ്റ്സ് ഇൻക്ലൂഡിങ് ഗുജറാത്ത് ആൻഡ് കേരളയില് ശ്രദ്ധിക്കുമ്പോൾ റവന്യൂ കൺട്രാക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മുടെ എക്കോണമി അത്ര എന്താ പറയാ ഒരു സ്റ്റേബിൾ എന്നും പറയാൻ പറ്റില്ല, നല്ല രീതിയിലല്ല പോകുന്നത് എന്നൊരു ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ഇവിടെ കിട്ടുകയാണ്. Growth in inflows from domestic transactions slowed from 18% in October to 8% last month. വളരെ കുറവാണ്. 18 മാറ്റാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കേ. While revenue from imports of goods rose to 20% in November, a possible sign that consumption recovery remains uneven, with goods consumed by higher income groups seeing a better rebound. December's post-festival GST collections could yield a clearer picture both on sustainability of headline revenue numbers and growth trajectory of the economy. The GST Council, meeting this month after another prolonged gap, must expedite long-awaited. പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗ്രോത്തിന്റെ ഇൻഫ്ലോ എടുത്ത് നോക്കുക. ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ട്രാൻസാക്ഷൻസിൽ നമ്മുടെ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷനിലെ ഗ്രോത്ത് പോയി നോക്കുവാണെങ്കിൽ ഒക്ടോബർ മാസത്തിലെ 18% നിന്ന് 8% ഒരു ഇത് വന്നേക്കും, ഒരു ഡിപ്പ് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, സ്ലോ ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് ഇമ്പോർട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ 20% അതിൽ ഇൻക്രീസ്, നവംബറിലോട്ട് വന്നപ്പോഴേക്കും ഇമ്പോർട്ടിൽ 20% ഇൻക്രീസും കാണാൻ പറ്റും. അപ്പൊ ശരിക്കും അവിടെ ഒരു ഇംബാലൻസ് നമ്മൾ കാണാൻ പറ്റുന്നത്, അവിടെ ഒരു അൺഈവൻ ആയിട്ടുള്ള ഒരു കൺസംഷൻ റിക്കവറിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഹയർ ഇൻകം ഗ്രൂപ്പ്സിൽ നിന്നൊരു ബെറ്റർ റീബൗണ്ടിന്റെ ആവശ്യമുണ്ട് ശരിക്കും ഗുഡ്സിന്റെ കാര്യത്തിൽ. കാര്യം പേ ചെയ്യല് ഇപ്പം കൺസ്യൂമേഴ്സ് അധികം പേ ചെയ്യുന്നില്ല, ഒരുപാട് പൈസ ചെലവാക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പം
അവിടെ നമുക്കൊരു സസ്റ്റൈനബിലിറ്റി ഒരു പ്രശ്നം വരുന്നുണ്ട്. റവന്യൂ നമ്പേഴ്സിൽ സസ്റ്റൈനബിലിറ്റി ഇല്ല, അത് ഗ്രോത്ത് ട്രജക്ടറി നല്ല രീതിയിലല്ല പോകുന്നത്, സംഭവം കൈവിട്ട് പോകുന്ന രീതിയിലാണ്. അപ്പോൾ സസ്റ്റൈനബിലിറ്റിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്, ഗ്രോത്ത് ട്രജക്ടറിയുടെ പ്രശ്നം വരുന്നുണ്ട്, അതിനുണ്ട്. അപ്പൊ GST കൗൺസിൽ വേഗം കൂടണമെന്നും, കാരണം വെച്ചാൽ ഒരു മാസത്തിന് ശേഷം ഒരു പ്രൊലോങ്ഡ് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ GST കൗൺസിൽ ഇതിനെ കൂടിയിട്ട്, കാര്യം ഗ്യാപ്പ് എടുത്താൽ ഇഫ് യു ഡ്രോപ്പ് യുവർ ഗാർഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട്. ഒരിക്കലും GST കൗൺസിൽ മീറ്റിംഗ് ഇങ്ങനെ വെച്ച് താമസിപ്പിക്കരുത്. എന്താണ് ചെയ്യേണ്ടത്, ഇതിന്റെ പ്രൊവിഷനെ പറ്റി സ്പീഡപ്പ് ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. മസ്റ്റ് സ്പീഡപ്പ്, വേഗം ഒരു സ്പീഡപ്പ് ചെയ്യണം, കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഉഷാറായിട്ട് തീരുമാനിക്കണം എന്ന രീതിയിലാണ് പറയുന്നത്. കാരണം ബിക്കോസ് വി ടോക്ക് അബൌട്ട് ഗ്ലോബൽ ഇക്കോണമി ആൻഡ് ആർ എക്കണോമിക് അല്ലെ, നമ്മുടെ ഇക്കോണമിയെ പറ്റി സംസാരിക്കുന്നത് അത് വിത്ത് കമ്പയർ ടു ദ ഗ്ലോബൽ ഇക്കോണമി. അപ്പം അത് നമ്മളെ വല്ലാണ്ട് ബാധിക്കാൻ പാടില്ല. അതിനെതിരെ ആക്ഷൻ എടുക്കണം. ഓൺ പെൻഡിങ് ഇഷ്യൂസ് ടു ബോൾസ്റ്റർ കംപ്ലയൻസ്, അപ്പോൾ ഒന്ന് സ്ട്രെങ്തൻ ചെയ്തെടുക്കുക അല്ലെ. ആൻഡ് നോട്ട് ലൂസ് സൈറ്റ് ഓഫ് ദ ലാർജർ കറന്റ്ലി ഡെഫേർഡ് പ്ലാൻ ടു റാഷണലൈസ് ദ ടാക്സ് റേറ്റ്സ് വിത്ത് എ വ്യൂ ടു സ്പർ ബ്രോഡ് ബേസ്ഡ് ആൻഡ് സസ്റ്റൈനബിൾ കൺസംഷൻ ഗ്രോത്ത്. ഓക്കെ, അപ്പൊ ഓർക്കണം, നമ്മൾ എന്ത് ചെയ്യണം, വളരെ ബ്രോഡ് ബേസ്ഡ് ആയിട്ട് ചിന്തിക്കണം, വൈഡർ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചിട്ടുള്ള കൺസംഷൻ വരണം, സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കണം അല്ലെ, അത് നിലനിന്ന് പോകണം. അല്ലാതെ കുറച്ചു നേരം വരുന്നു പിന്നെ ഉണ്ടാവില്ല, കുറെ നാളത്തേക്ക് പിന്നെ ഗ്രോത്ത് ഇല്ല, അങ്ങനെ പോരുത്. ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് പാറ്റേണിൽ പോകാനേ പറ്റുള്ളൂ എന്ന രീതിയിലാണ് ആർട്ടിക്കിൾ നിർത്തിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് അനലിറ്റിക്കൽ ആണ്. നമ്മുടെ GST അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ എപ്പോഴും അനലിറ്റിക്കൽ ആയ പാർട്ടിലാണ് നിൽക്കുക. സോ ദിസ് ഇസ് എൻ ആർട്ടിക്കിൾ, അനലിറ്റിക്കൽ ആർട്ടിക്കിൾ. ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. SBPയുടെ വന്നോ എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ, ഞാനത് ശ്രദ്ധിച്ചില്ല. അന്നേരം ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ. പിയുടെ അഡ്മിറ്റ് കാർഡ് വന്നെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി, ഒരു തംസപ്പ് ഇട്ട പിള്ളേരെ മനസ്സിലാക്കി തംസപ്പ് ഇട്ടോളൂ. ലെറ്റ്സ് മൂവ് ടു അവർ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചോദ്യം ഇതായിരുന്നു, ദ സ്ലോ ഡെത്ത് ഓഫ് ദ 2 states ഫോർമുല ആൻഡ് growing violence are bad news for the occupiers and the occupied. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. എന്താ ഇവിടുത്തെ ആൻസർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു, ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ആൻസർ പറഞ്ഞു പിള്ളേരെ. എന്തായിരുന്നു ഇവിടുത്തെ ആൻസർ? വേഗം വേഗം ചടപടേന്ന് ആൻസർ തരണേ. കുറച്ചു പേരെ എനിക്ക് ആൻസർ തന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ. വളരെ കുറച്ചു പേര്. ആൻസർ കിട്ടുമോ? യെസ്. എന്നാൽ ഇവിടുത്തെ ആൻസർ വരേണ്ട ഏതാണ്? ആൻസർ നിങ്ങൾ പറയുന്നില്ലാത്ത സ്ഥിതിക്ക് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആൻസറിലോട്ട് വരാം. നോക്കിക്കേ, നമ്മളെപ്പോഴും പറയണ്ടല്ലേ അഡ്ജക്റ്റീവിന് പ്ലൂറൽ ഇല്ല എന്ന് ഞാൻ പറയാറുണ്ട്. നോക്കിയേ, ഡെത്ത് ഓഫ് ദ 2 states ഫോർമുല. ഫോർമുല ഇവിടെ നൗൺ ആണ്. നൗൺ വരുമ്പോൾ 2 statesൽ 2ഉം സ്റ്റേറ്റ്സും കൂടെ അഡ്ജക്റ്റീവാ. അഡ്ജക്റ്റീവിന് പ്ലൂറൽ ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? 2 state എന്ന് കൊടുക്കുക. 2 state ഫോർമുല, 2 സ്റ്റേറ്റ് ഫോർമുല എന്ന് കൊടുക്കും. 2 states എന്ന് പറയണമായിരുന്നെങ്കിൽ, അവിടെ ഫോർമുല ഇല്ലായിരുന്നെങ്കിൽ 2 states എന്ന് പറയാമായിരുന്നു. നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ എടുക്കാം. ഈ നൗണിനെ നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും, അതായത് ക്വാളിഫയർ ആയിട്ട് ഉപയോഗിക്കും. അപ്പൊ അതിനെ ക്വാളിഫയർ എന്ന് വിളിക്കാം കേട്ടോ, നൗണിനെ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതിന്. അപ്പൊ ക്വാളിഫയർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് പ്ലൂറൽ ഇല്ല എന്നുള്ള കാര്യം ഓർക്കാം. അഡ്ജക്റ്റീവിന് പ്ലൂറൽ ഇല്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളാം. മൂവിംഗ് ടു ടുഡേസ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്, ദ ട്രോപ്പ് ഓഫ് സൗത്ത് അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ നേഷൻ ബീങ് ഫുട്ബോൾസ് ബൾവാക്സ് ആർ ഓൾസോ ചേഞ്ചിങ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ടേക്ക് എ സ്ക്രീൻഷോട്ട്, എനിക്ക് ആൻസർ കോമന്റ് സെക്ഷൻ തരാൻ മറക്കണ്ട. ഓക്കെ, അപ്പം നമുക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ KPSC ഷുവർ ഷോർട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ അഡാറ്റ് ഫോർ 7 കേരള സെൻട്രൽ എക്സാംസ്. അപ്പം 2 ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, കണക്ട് ആയിട്ട് ഇരിക്കുക നമ്മുടെ കൂടെ. അതുപോലെ തന്നെ നമ്മുടെ ക്വിസസും ഒക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലൂടെ കിട്ടും കേട്ടോ, അത് മറക്കണ്ട. അപ്പോൾ ഇന്ന് വൈകിട്ട് 4 മണിക്ക് FCIയുടെ ഒരു മോക്ക് ടെസ്റ്റുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ CH4 4 മണിക്ക് കാണാം. അതുപോലെ തന്നെ DRDO അപ്ലൈ ചെയ്യാത്തവർക്കുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് 7:30 ഞങ്ങൾ ഒരു സെഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ 7:30 DRDOയുടെ സെഷനുമായിട്ട് കാണാം. അതിനു മുമ്പ് 4 മണിക്ക് FCIയുടെ ഒരു മോക്ക് ടെസ്റ്റ് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പം FCI പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഉഷാറായിട്ട് ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ പഠനം എവിടെ വരെ എന്നൊന്ന് വിലയിരുത്താം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എവരിവൺ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കോമന്റ് സെഷനിൽ
നിങ്ങൾക്ക് ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യാം, ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം, സജഷൻസ് ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. യു ആർ ഓൾവേസ് വെൽക്കം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. 2 വന്നാൽ സ്റ്റേറ്റ്സ് വരില്ല എന്ന് പറയാമോ? 2 വന്നാൽ സ്റ്റേറ്റ്സ് വരില്ലെന്ന് പറയില്ല. ഇല്ല സിഫാന, അത് മാറിപ്പോയി. അത് 2 മില്യനാ. അതെവിടെയാ? ന്യൂമറൽ നൗണിൽ മാത്രമുള്ള, സ്റ്റേറ്റ് ന്യൂമറൽ നൗൺ അല്ല, അത് പറയത്തില്ല കേട്ടോ. അത് ന്യൂമറൽ നൗണാ, അതല്ല അത് വേറെ. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ, ടേക്ക് കെയർ, ഹാവ് എ വണ്ടർഫുൾ ഡേ, എൻജോയ് യുവർ ഡേ, ബൈ.